Praise be the name of God. നാം കൃപായുഗത്തിന്റെ അന്ത്യഘട്ടത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. Now we have come to the last moment of this dispensation of grace. ലോകവും അതിന്റെ അന്ത്യ ദിവസങ്ങളിലേക്ക് വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നു. And also the world has come to his end. കർത്താവായ യേശുക്രിസ്തു താൻ വീണ്ടും വരുമെന്ന് അരുളിച്ചെയ്ത തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ സമയം ആസന്നമായിരിക്കുകയാണ്. And Jesus Christ, he said, behold, I come quickly, and his promise is to be fulfilled. നമുക്ക് ഒരു മഹത്വകരമായ പ്രത്യാശയുണ്ട്. We have a glorious hope. നമ്മുടെ കർത്താവ് വരുമ്പോൾ നാം സ്വർഗ്ഗത്തിലേക്ക് കടന്നുപോകും. When our Lord comes, we will be caught up in heaven. പരലോകത്തിൽ നമുക്കായിട്ടൊരു നിത്യവാസസ്ഥലത്ത് നാം എത്തിച്ചേരും. And in heaven we will reach that eternal dwelling place. നിത്യവാസസ്ഥലം എന്നത് പ്രധാനമായി രണ്ടായി തിരിക്കുകയാണ്. An eternal dwelling place we can divide significantly into two. ഒന്ന് നിത്യ നരകം. First, the eternal hell. മറ്റൊന്ന് നിത്യ സ്വർഗ്ഗം. Eternal heaven. നിത്യ സ്വർഗ്ഗത്തിൽ പ്രധാനമായി 4 ഭാഗങ്ങളാണ്. And also in eternal heaven we have 4 parts. പുതിയ ഭൂമി, New earth, പുതിയ ആകാശം, New heaven, പുതിയ യെരൂശലേം, New Jerusalem, സിയോൻ. Zion. ഇതാണ് നിത്യതയെക്കുറിച്ച് നാം മനസ്സിലാക്കുന്ന അതിവിശേഷമായ കാര്യങ്ങൾ. That's what we understand concerning eternity. നാം എല്ലാവരും ദൈവം നമുക്കായി ഒരുക്കുന്ന അവകാശത്തിൽ എത്രയും വേഗം എത്തിച്ചേരാൻ പോകുകയാണ്. And very soon we will reach that inheritance God is preparing for us. ഞാൻ എത്രയും വേഗം സ്വർഗ്ഗരാജ്യത്തിൽ എത്തിച്ചേരും. Very soon I will reach kingdom of heaven. പുതിയ യെരൂശലേമും സിയോനും ഞാൻ അവകാശമാക്കും. I will inherit New Jerusalem and Zion. ഈ പ്രത്യാശയുള്ള ദൈവങ്ങൾ കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ. നാം സ്വർഗ്ഗത്തിൽ യെരൂശലേമിൽ സിയോനിൽ എത്തിച്ചേരും എന്നതിനേക്കാൾ And about reaching Zion or Jerusalem in heaven, നാം സ്വർഗ്ഗമായി തീരും, പുതിയ യെരൂശലേമായി തീരും, സിയോനായി തീരും എന്നാണ് ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. we should think we will become Zion, we will become New Jerusalem, we will become heaven. സ്വർഗ്ഗത്തിലേക്ക് പോകുന്നു എന്നുള്ള ചിന്തയേക്കാൾ ഞാൻ സ്വർഗ്ഗമായി തീരണം എന്നുള്ളതാണ് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ളതായ പ്ലാൻ. And the plan of God concerning us, more than we reach heaven, we should be heaven. നാം പുതിയ യെരൂശലേമിലും സിയോനിൽ എത്തിച്ചേരും, പക്ഷേ നാം അങ്ങനെ ആയിത്തീരണം. അതാണ് നമ്മളെക്കുറിച്ച് ദൈവത്തിന്റെ ഉദ്ദേശം. We will definitely reach there, but God's plan concerning us that we should be heaven. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ in John chapter 3 verse 13, കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത്, concerning Jesus it is mentioned, അവൻ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി, and he has descended from heaven, സ്വർഗ്ഗത്തിൽ ഇരിക്കുന്നവനായ പുത്രൻ എന്നാണ്. and also seated in heaven, the Son. നമ്മുടെ കർത്താവ് സ്വർഗ്ഗം വിട്ട് ഈ ലോകത്തിൽ ഇറങ്ങി വന്നു എന്ന് വരികിലും ഈ ലോകത്തിലായിരിക്കുമ്പോൾ തന്നെ അവൻ സ്വർഗ്ഗത്തിൽ ഇരുന്നു എന്ന് കാണാൻ കഴിയും. Even though he descended from heaven, even while he was in this earth, he was seated in heaven. ഒന്നുകൂടെ പറഞ്ഞാൽ അവൻ സ്വർഗ്ഗമായിരുന്നു എന്ന് പറയുന്നതായിരിക്കും ശരി. And we can say correctly, he was heaven itself. ലൂക്കോസ് സുവിശേഷം 17-ാം അധ്യായത്തിന് 20-21 എന്ന വാക്യങ്ങൾ നാം വായിക്കുന്നത്, also in Luke chapter 17, 20 and 21, ദൈവരാജ്യം വെളിപ്പെടുമെന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. you say that the kingdom of God will be revealed. എന്നാൽ ഞാനോ നിങ്ങൾ പറയുന്നത് ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ട്. But I say unto you, behold, the kingdom of God is within you. ക്രിസ്തു അത് എന്താണ് ഉദ്ദേശിച്ചത്? What does Christ opine? ക്രിസ്തു അന്ന് മനുഷ്യർക്കിടയിൽ ഒരു ദൈവരാജ്യമായി, ഒരു സ്വർഗ്ഗമായി ജീവിച്ചു. And Christ lived as a kingdom of God, kingdom of heaven among men. യേശു ഈ ലോകത്തിൽ ജീവിച്ചതുപോലെ ജീവിക്കാൻ വേണ്ടിയാകുന്നു ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. Just as Jesus lived among men, God has called us that we might live ഈ like him. ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ പുതിയ യെരൂശലേമായി ജീവിക്കുക. As we live in this world, we should live as New Jerusalem. നാം ഈ ലോകത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ഒരു സിയോനായി മാറുക. And as we are in this world, we should be transformed as Zion. കർത്താവായ യേശുക്രിസ്തു 33 വർഷം ഈ ലോകത്തിൽ ജീവിച്ചു. Jesus Christ lived in this world for 33.5 years. യേശുക്രിസ്തു ഈ ലോകത്തിൽ അവൻ ദൈവരാജ്യവും സിയോനുമായി കാണപ്പെട്ടു. And he was as Zion and as the kingdom of God. എന്നെ നിങ്ങളെക്കുറിച്ചുള്ളതായ ദൈവിക പദ്ധതി ഇത് തന്നെയാണ്, മറ്റൊന്നുമല്ല. The plan of God concerning you and I is the same. പ്രിയമുള്ളവരെ, സ്വർഗ്ഗം എന്നത് ഒരു സ്ഥലം എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ, And about thinking heaven as a place, അല്ലെങ്കിൽ സിയോൻ യെരൂശലേം എന്നത് ഒരു സ്ഥലം, ഒരു നിത്യവാസസ്ഥലം എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ, and just more than thinking it has an eternal dwelling place, അതൊരു സ്വഭാവ സവിശേഷതയാണ്. it is a character speciality. നമ്മൾ അനേക ആളുകളും പാട്ടുപാടും, ഞാൻ സ്വർഗ്ഗത്തിൽ പോകും, പുതിയ യെരൂശലേമിൽ എത്തും, സിയോനിൽ ഞാൻ എത്തും.
We all of us sing, we will go to heaven, we will reach Jerusalem, we will reach Zion. അങ്ങനെ ആ പാടുന്നത് കൊണ്ട് നമ്മുടെ സന്തോഷം വളരെ വർദ്ധിക്കുകയാണ്. And as we sing, our joy is increasing. നമുക്കതൊരു പ്രശംസയായി തീരുകയാണ്. And it is our boasting. ഒരാളോട് പറഞ്ഞാൽ അതിൽ നിഗളമായി മാറുന്നു എന്നുകൂടെ ഞാൻ ചിന്തിച്ചു പോകും. Perhaps we might even become proud of the same. സ്വർഗത്തെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുക, ഞാൻ സ്വർഗത്തിൽ പോകും. I will reach heaven. കൊടാനുകോടി ദൂതന്മാർ, millions of angels, അവർക്കോ ലഭിക്കാത്തതായ ഭാഗ്യം, and the privilege even the angels have not received. ജയിക്കുന്നവൻ ക്രിസ്തുവിന്റെ ദൈവത്തിന്റെ സിംഹാസനത്തിൽ കൂടെ ഇരിക്കും. And he who overcometh will be seated with him upon his throne. പുതിയ യെരൂശലേം, New Jerusalem, മുത്തുകളാൽ നിർമ്മിതമായ ഗോപുരങ്ങൾ, and the towers made with pearls, ആ സൂര്യന് ചന്ദ്രന്റെ ആവശ്യമില്ലാതെ അത്യുജ്വലമായ ദൈവ തേജസ്, and dazzling glorious brightness of God where sun and moon is not അവിടുത്തെ needed. വീഥികൾ പോലും തങ്ക നിർമ്മിതമാണ്. Even the streets are made of gold. ഇതൊക്കെ നാം അവിടേക്ക് ഞാൻ പോകുമെന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്തോ ഒരു വലിയ നിഗളം വരുന്നുണ്ടോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. And I doubt if we go there, perhaps some kind of a boasting is coming in our hearts. സിയോൻ മലയിൽ കുഞ്ഞാടിനോടുകൂടെ 144,000 പേർ മാത്രം അതിൽ ഒരാളായി ഞാൻ നിൽക്കും. And with the lamb and 144,000 only, and I will be one among them. ഭൂമിയിൽ ആർക്കും പാടാൻ കഴിയാത്തതായ ഗാനം അതേ വൈദികന്മാർ വീടം മീട്ടുന്നതുപോലെ ഞാൻ ആലപിക്കും. And no one in heaven in earth can sing as the harpers resound their harps. ഇതൊക്കെ നാം ചിന്തിച്ച് സന്തോഷിക്കുന്നു, ആത്മാവിൽ നിറയുന്നു, അന്യഭാഷ പറയും. ചിലപ്പോൾ നാം ഭൂമിയിൽ തന്നെ ഉയർന്നു പോകുന്നതോ നമുക്ക് തോന്നിപ്പോകും. And as we think and meditate on these things, we think as if we are being lifted up above the earth. മറുഭാഗത്ത് സ്വഭാവ രൂപവൽക്കരണത്തിൽ നമ്മൾ ശ്രദ്ധ പതിപ്പിക്കുന്നു. But on the other hand, a character transformation is made in our lives. ഞാൻ ഇന്ന് പെന്തക്കോസ്ത് വിശ്വാസികളോട് സംസാരിക്കട്ടെ. Today I'd like to speak to Pentecostal believers. പ്രിയരെ, അന്യഭാഷ, ആത്മനിറവ്, സ്വർഗം, യെരൂശലേം വരവ് എന്നൊക്കെ പറഞ്ഞിട്ട്, Beloved ones, we are telling unknown tongues and gifts and spirit. സ്വഭാവം രൂപവൽക്കരണത്തിന് നാം ശ്രദ്ധ കൊടുക്കുന്നില്ലെങ്കിൽ നാം ശേഷ മനുഷ്യരെക്കാൾ അരിഷ്ടന്മാരായി. And if we are not giving significance to the formation of our character, we are more miserable than the rest. ഇത് ഒരു രഹസ്യമല്ലാത്ത പരസ്യമാണ്. ചിലപ്പോൾ ദൈവമക്കളെക്കാൾ ചില സ്വഭാവ ഗുണങ്ങൾ അല്ലാത്തവർ കാണിക്കുന്നുണ്ടല്ലോ. And this is something which is made abroad, not a secret thing. നോക്കുക, ഇന്ന് സാക്ഷ്യം പറഞ്ഞതിൽ ഒരു സഹോദരൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. You might have heard the testimony just being read. ദ്രവ്യാഗ്രഹം പാടില്ല. And you should not be greedy. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യം. And it is a more privileged, blessed to give than to receive. ഈ ഉപദേശം കേട്ടപ്പോൾ, and as he heard that doctrine, ഈ ലോകം മുഴുവനും തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു. and all this earth is preserved for നമ്മുടെ യഥാർത്ഥ നിക്ഷേപം സ്വർഗ്ഗത്തിലാണ്. Our treasure is in heaven. അത് ചിന്തിച്ചതായ വിശ്വാസത്തിൽ ഉള്ളിലേക്ക് വന്ന ചിന്ത എന്താണ്? And what is the thought that came into that believer's heart? എനിക്ക് 3 മക്കളുണ്ട്. I have 3 children. അവർ വിവാഹം കഴിക്കുമ്പോൾ സ്ത്രീധനം ഞാൻ വാങ്ങുന്നില്ല. I will not receive the dowry when I marry. പ്രിയരെ, അതാണ് ക്രൈസ്തവ ജീവിതത്തിന്റെ പ്രായോഗിക വശം എന്ന് പറയുന്നത്. That is the practical aspect of Christian life. നാം നിത്യത്തെക്കുറിച്ച് പാടുകയും സന്തോഷിക്കുകയും ചെയ്യുന്നത് നല്ലത് തന്നെ. പക്ഷേ അതനുസരിച്ച് നമ്മുടെ സ്വഭാവം ക്രമപ്പെട്ടു വരുന്നുണ്ടോ? And we are singing about eternity. That is good. But is our character being formed? നമ്മുടെ സ്വർഗ്ഗത്തിന് ഏറ്റ സ്വഭാവം, പുതിയ യെരൂശലേമിന് ഏറ്റ സ്വഭാവം, സിയോന് ഏറ്റ സ്വഭാവം ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു. The word of God teaches us a character meet unto Zion, unto Jerusalem, and unto the heaven. ഈ ദിവ്യ സ്വഭാവങ്ങൾ ഭൂമിയിൽ പ്രാപിച്ചവരാണ് അതത് സ്ഥാനത്തേക്ക് മാറ്റപ്പെടുന്നത്. And only those who have received this character will be transformed into that place. ഈ സ്വഭാവങ്ങൾ ഇവിടെ നാം തികഞ്ഞു കഴിയുമ്പോൾ ഇവിടം വിട്ട് നാം നമ്മുടെ അവകാശത്തിലേക്ക് ചെല്ലുകയാണ്. And as we are perfected in this character, we will reach that heavenly abode. നമുക്കറിയാമല്ലോ, ഒരു വിദേശയാത്രയ്ക്ക് ഒരുങ്ങുന്നതിന് എന്താണ് ചെയ്യുന്നത്? And as if you have to go to a foreign tour, what should we do? ആ ദേശത്തെ ഭാഷ പഠിക്കുകയാണ്. We should learn the language of that land. അടുത്ത കാലങ്ങളിൽ വിദേശയാത്ര വർദ്ധിച്ചപ്പോൾ നമ്മുടെ നാട്ടിൽ IELTS-ഉം സ്പോക്കൺ ഇംഗ്ലീഷും ഒക്കെ പഠിപ്പിക്കുന്നതായ സ്ഥാപനങ്ങൾ വളരെ വർദ്ധിപ്പാനിടയായി. And as this foreign tours increased, even in our country, IELTS and foreign spoken languages teaching centers have increased. ഞാനൊരു രാജ്യത്തേക്ക് ചെല്ലും മുൻപ് അവിടുത്തെ ഭാഷ ഇവിടെ വെച്ച് തന്നെ പഠിച്ചുകൊണ്ട് പോകുകയാണ്. Even before I reach that place, I should learn the language of that nation. ചെല്ലുന്ന രാജ്യത്തിന്റെ കാലാവസ്ഥയ്ക്ക് ഇന്നത്തെ വസ്ത്രം അനുയോജ്യമല്ലാത്തതിനാൽ അവിടുത്തെ കാലാവസ്ഥയ്ക്ക് യോജിക്കുന്ന സംസ്കാരം യോജിക്കുന്ന വസ്ത്രം ഇവിടെ വെച്ച് വാങ്ങി ധരിക്കുകയാണ്. And because the dress that is not comfortable to the climate there, I should acclimatize myself here itself. ഏത് രാജ്യത്തിലേക്ക് ചെല്ലുന്നുവോ അവിടെ
പരിചയബന്ധങ്ങൾ ഇവിടെ വെച്ച് തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ്. And whatever relations that I have to make it here itself. എവിടേക്ക് പോകുന്നു ആ രാജ്യത്തെക്കുറിച്ച് വായിച്ചറിഞ്ഞും അവിടെ പോയി വന്നവരെന്ന് ചോദിച്ചറിഞ്ഞും വേണ്ട അറിവുകൾ സമ്പാദിക്കുകയാണ്. And I have to read and also inquire of the people who have went there and gain knowledge. ഞാൻ ചോദിക്കട്ടെ, എല്ലാം അവിടെ ചെന്ന് കഴിഞ്ഞ് പോരായോ? And I would like to ask, after reaching there, is it insufficient? അവിടെ ചെന്നിട്ട് അവിടുത്തെ ഭാഷ പഠിക്കുക, അവിടുന്ന് ഷോപ്പിംഗ് ചെയ്ത് വസ്ത്രം വാങ്ങുക, ആ രാജ്യത്തെക്കുറിച്ച് നിയമങ്ങളെ അറിയുക, അത് പോരായോ? And once you reach there, you can learn the language and know the laws and rules of that land. Isn't it enough? അങ്ങനെ ഇരുന്നാൽ അത് നമ്മളെ അബദ്ധങ്ങൾ കാരണമാകും. ഇവിടെ വെച്ച് തന്നെ ഇതിനു വേണ്ടി ഒരുങ്ങുകയാണ്. And if we do like that, perhaps we might be mistaken. That's why we have to acclimate ourselves here. പ്രിയരെ, സ്വർഗത്തിലേക്ക് പുതിയ യെരൂശലേമിലേക്ക് സിയോനിലേക്ക് പോകും മുമ്പേ നാം ഇവിടെ വെച്ച് തന്നെ ആ അനുഭവങ്ങൾ എല്ലാം സ്വന്തമാക്കിയിരിക്കണം. And even before we go to New Jerusalem or Zion or heaven, we have to have that character here itself. എന്താണ് ദൈവം നമ്മൾ പ്രതീക്ഷിക്കുന്നതായ സ്വഭാവ ഗുണങ്ങൾ? What is God expecting of us? അതിനെ ആകത്തുക പറഞ്ഞാൽ ക്രിസ്തുവിന്റെ സ്വഭാവങ്ങളാണ്. The summary of the whole matter, the character of Christ. ക്രിസ്തുവിന്റെ സ്വഭാവം അത് ദൈവത്തിന്റെ സ്വഭാവത്തിന്റെ സമ്പൂർണ്ണതയാണ്. ആ നിത്യതയുടെ ഗുണങ്ങൾ ഞങ്ങളെ ആകത്തുകയാണ്. And it is the whole matter, conclusion of eternity. The character of Christ is the fullness of God. സ്വർഗത്തിലേക്ക് പോകുവാൻ തുനിയുന്നവരുടെ അവർക്കുണ്ടായിരിക്കേണ്ട യോഗ്യതകളെ കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ ഞാൻ പരാമർശിക്കട്ടെ. Certain things I would like to mention concerning those who would like to go to heaven. ഒന്നാം തിരുവെഴുത്ത് പറയുന്നു, അവർക്ക് അവിടെ പേരുണ്ടായിരിക്കണം സ്വർഗ്ഗത്തിൽ. First, their names should be there in heaven. സ്വർഗ്ഗത്തിൽ ചെല്ലും മുമ്പേ നമുക്ക് അവിടെ ഒരു പേരുണ്ടായിരിക്കണം. We should have a name there. ലൂക്കോസ് 10-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ In Luke chapter 10 verse 20, ശിഷ്യന്മാരോട് യേശു പറയുകയാണ്, to the disciples Jesus said, നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കിയതോ നിങ്ങൾ പ്രാർത്ഥിച്ച് രോഗസൗഖ്യമായതോ എന്നോ ഒരു വലിയ വിഷയമായി കരുതണ്ട. It's not a great thing that the demons are cast out and that you have prayed. നിങ്ങളുടെ പേര് സ്വർഗ്ഗത്തിൽ എഴുതിയിരിക്കുന്നതിനാൽ നിങ്ങൾ സന്തോഷിക്കണം. You should rejoice because your names are written in heaven. ഈ ലോകത്തിൽ നമ്മൾ എന്തെല്ലാം നേടിയാലും എന്തെല്ലാം ചെയ്തു കൂട്ടിയാലും സ്വർഗ്ഗത്തിൽ പേരില്ലെങ്കിൽ നാം നിർഭാഗ്യവാന്മാരാണ്. And whatever we might attain, whatever we might do in earth, if our names are not in heaven, we are unfortunate. ചിലപ്പോൾ നമ്മുടെ ക്രൈസ്തവ പാരമ്പര്യത്തെക്കുറിച്ച് നാം പ്രശംസിക്കുന്നവരായിരിക്കും. Perhaps we might have boasting concerning our Christian tradition. നമ്മുടെ ആരാധനയുടെയും ഭക്തിയുടെയും അനുഷ്ഠാനങ്ങളെ കൃത്യമായി പിന്തുടരുന്നുവെന്ന് നാം ചിലപ്പോൾ പ്രശംസിച്ച്. We might have a boast that we are following the Christian godliness and also the manner of worship. പല സ്ഥാനമാനങ്ങൾ ഉള്ളവരുമായി സ്വന്തവും ബന്ധവും ഉണ്ടെന്നൊക്കെ നാം പറഞ്ഞേക്കാം. And also we might have a boast we have relation with the people in high positions. ഈ ലോകത്തിലുള്ളതായ പല നേട്ടങ്ങളെ കുറിച്ച് നിങ്ങൾ പറഞ്ഞേക്കാം. And also certain achievements you have attained in this world. ഇതിനെല്ലാം ഇടയിൽ കയറി ഒരൊറ്റ ചോദ്യം ചോദിക്കുകയാണ്, സഹോദരി, സഹോദര, സ്നേഹിത, ഇതിന്റെ പേര് സ്വർഗ്ഗത്തിൽ എഴുതിയിട്ടുണ്ടോ? I'd like to ask only one thing, sister, brother, dear friend, is your name written in heaven? സ്വർഗ്ഗത്തിൽ പേരെഴുതപ്പെടാത്തവർക്ക് ആർക്കും സ്വർഗ്ഗത്തിലേക്ക് പോകാവതല്ല. Those whose names are not written, they can never reach heaven. പുതിയ യെരൂശലേമിലേക്കും സിയോനിലേക്കും ചെല്ലും മുമ്പേ നമ്മുടെ പേര് അവിടെ രേഖപ്പെടുത്തിയിരിക്കണം. Even before you reach there, our names should be registered there. ഓ, സ്വർഗ്ഗത്തിൽ പേരെഴുതപ്പെട്ടതിനാൽ നിങ്ങൾ സന്തോഷിക്കുവീൻ. Rejoice because your names are written in heaven. ഇവിടെ ഇരിക്കുന്നവർ എന്റെ പേര് സ്വർഗ്ഗത്തിലുണ്ടെന്ന നിശ്ചയമുള്ളവരും അതിൽ സന്തോഷമുള്ളവരും മാത്രം കരമുയർത്തി സന്തോഷത്തോടെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഇത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സന്തോഷം. This is the greatest rejoicing in our life. ലൂക്കോസ് 15-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ In Luke chapter 15 verse 7, ഇത് എങ്ങനെയാണ് സ്വന്തമാകുന്നത് എന്ന് വായിക്കുന്നു. how can we attain it? ഈ വാക്ക് കേൾക്കുന്നതായ നിങ്ങൾ ആരെങ്കിലും പേര് സ്വർഗ്ഗത്തിൽ ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന വരിയിൽ, And if you think that your names are not written there, അതിനുള്ളതായ വഴി ഞാൻ പറയുകയാണ്. I would like to mention the way. അവിടെ ഇങ്ങനെ വായിക്കുന്നു, If we read it here, മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗ്ഗത്തിൽ വളരെ സന്തോഷമുണ്ടാകും. over a sinner that repented, there is great joy in heaven. പാപത്തെക്കുറിച്ച് മാനസാന്തരപ്പെടുന്ന ഒരു മനുഷ്യൻ അവൻ സ്വർഗ്ഗത്തെ സന്തോഷിപ്പിക്കുന്നവനായി മാറുകയാണ്. And who repenteth of his sin, he is the one who rejoiceth heaven. സ്വർഗ്ഗത്തിൽ ആരൊക്കെയാണ് സന്തോഷിക്കുന്നത്? Who rejoice in heaven? ഓ, ദൈവത്തിന് വലിയൊരു സന്തോഷം. And God has great rejoicing. ദൈവത്തിന്റെ കുടുംബത്തിൽ ഒരു നവജാത ശിശുവിടെ ഉണ്ടായിരിക്കുന്നു. A newborn is born into the family of God. ദൈവത്തിന്റെ കുടുംബത്തിൽ കോടിക്കണക്കിന് മക്കളുണ്ട്. And so many millions of children in the family of God. എങ്കിലും ഒരാൾ പുതുതായി ജനിക്കുമ്പോൾ സ്വർഗ്ഗം മുഴുവൻ ചേർന്ന് സന്തോഷിക്കുകയാണ്. And one person is newly born, the whole heaven rejoices. ഈ ലോകത്തിൽ എത്ര പേര് രക്ഷിക്കപ്പെട്ടവരായി ഉണ്ടെങ്കിലും
ഇന്ന് നിങ്ങൾ രക്ഷിക്കപ്പെട്ടാൽ ഇന്ന് നിങ്ങൾ സ്വർഗത്തെ സന്തോഷിപ്പിക്കുന്ന വ്യക്തിയായി മാറുകയാണ്. And so many people are saved, but if you rejoice even now, you are saved. അറിയാമോ, സ്വർഗത്തിൽ കോടിക്കണക്കിന് ദൂതന്മാരാണ്. So many innumerable angels in heaven. ഈ ദൂതന്മാർക്ക് വലിയൊരു സന്തോഷം. They have a great rejoicing. നമുക്കറിയാമല്ലോ, നിങ്ങൾക്കൊരു ശിശു ജനിച്ചാൽ നിങ്ങളുടെ ബന്ധുമിത്രാദികൾ സന്തോഷിക്കുന്നു, അയൽവാസികൾ സന്തോഷിക്കുന്നു, കാണുന്നവർക്കെല്ലാം ഒരു സന്തോഷകരമായ വസ്തുത. You might very well know if a newborn is born to you, your friends, relatives and your neighbors rejoice. നിങ്ങൾക്ക് വേലക്കാരുണ്ടെങ്കിൽ അവർക്കും സന്തോഷമാണ്. യജമാനത്തിക്ക് ഒരു കുഞ്ഞുകൂടെ ഉണ്ടായല്ലോ. And if you have servants, even they will rejoice for the master, for the mistress, a newborn is born. ഈ ദൂതന്മാര് ദൈവത്തിന്റെ സേവകന്മാരാണ്. അവർക്കും വലിയ സന്തോഷം. ദൈവത്തിന്റെ കുടുംബത്തിൽ ഒരു ശിശുവിടെ ജനിച്ചിരിക്കുന്നു. The angels are the servants of God. They are rejoicing because in heaven one person is newly born. നാം വീണ്ടും ജനിക്കുമ്പോൾ, and as we are born again, മാനസാന്തരപ്പെടുമ്പോൾ, and as we repent, ദൈവത്തിന്റെ മകനും മകളുമായി മാറുമ്പോൾ, and as we are the son and daughter of God, നമ്മളെ പേര് സ്വർഗ്ഗത്തിൽ ജീവന പുസ്തകത്തിൽ എഴുതുകയും, our names are written in heaven in the book of life, നാം മുഴുവൻ സ്വർഗ്ഗത്തെയും സന്തോഷിപ്പിക്കുന്ന ഒരു സന്ദർഭത്തിലേക്ക് വരികയും ചെയ്യുകയാണ്. and we have come to the occasion the whole heaven will rejoice. ഇത് ഒരു പടിയാണ്. ഇന്ന് എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ 23-ാമത്തെ വാക്യത്തിൽ, in Hebrews chapter 12 verse 23, സ്വർഗ്ഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതനമായ സഭ എന്ന് കാണുന്നു. it is mentioned the church of the firstborn whose names are written in heaven. പ്രിയരേ, ഇത് ആദ്യം പറഞ്ഞത് വ്യത്യസ്തമായ ഒരു അനുഭവമാണ്. It is something, an experience different from the one that I mentioned. വീണ്ടും ജനിക്കുമ്പോൾ, മനസ്സാന്തരപ്പെടുമ്പോൾ സ്വർഗ്ഗത്തിൽ പേരെഴുതുന്നുണ്ട്. Once you are born again, you repented, your names are written in എന്നാൽ heaven. സ്വർഗ്ഗത്തിൽ പേരെഴുതുന്ന ആദ്യജാതൻ എന്നുള്ളതായ അനുഭവം എപ്പോഴാണ് വരുന്നത് അറിയാമോ? When will you have that experience of being firstborn in heaven? പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുമ്പോൾ, when you receive the Holy Spirit. നിങ്ങൾ രക്ഷിക്കപ്പെട്ടു, സ്വർഗ്ഗത്തിൽ പേരുണ്ട്. You are saved, your names are there in പക്ഷേ heaven, ആദ്യജാതന്മാരുടെ ലിസ്റ്റിൽ പേരില്ല. but your names are not in the list of the firstborn. ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടുണ്ടോ? I would like to ask, have you received the Holy Spirit? ഒരു സഹോദരി സാക്ഷ്യം പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. You might have heard the testimony of a sister. ദൈവമേ, നീ എനിക്ക് എന്തെല്ലാം നന്മകൾ തന്നു. Oh God, you gave me so many blessings. അതിനെല്ലാം എനിക്ക് നന്ദിയുണ്ട്. പക്ഷേ എനിക്ക് പരിശുദ്ധാത്മാവിനെ തന്നില്ലല്ലോ. I am grateful, but you have not given me the Holy Spirit. അതിനുവേണ്ടി ഉത്കടമായ വാഞ്ച, And she had a groaning desire. ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോയി, എനിക്ക് പരിശുദ്ധാത്മാവിനെ തരണമേ. And to the fasting prayer she went, give me the Holy Spirit. എനിക്ക് എന്തെല്ലാം നന്മയുണ്ടെങ്കിലും നിന്റെ സ്നേഹത്തിന്റെ ഒരു ഫലമായി എനിക്ക് തോന്നുന്നു, നീ പരിശുദ്ധാത്മാവിനെ തന്നെങ്കിലേ ദൈവമേ അങ്ങ് നിന്നെ സ്നേഹിക്കുന്നതിന് ഉറപ്പ് വരികയുള്ളൂ. And I have so many blessings, but unless you give the Holy Spirit, I will not have the assurance that you love me. പ്രാർത്ഥന തീരാൻ സമയത്ത് ആത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടു. And just as she ended her prayer, she was filled with the Holy Spirit. നിങ്ങൾക്ക് ശരിയായി വാഞ്ചിയോടിരുന്നാൽ ഞാൻ ഈ വചനം നിങ്ങളോട് സംസാരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ മേൽ വരും. നിങ്ങൾ അന്യഭാഷകൾ സംസാരിക്കും. If you have the true desire, as I speak the words, you will receive the Holy Spirit. ഈ കൺവെൻഷൻ നിങ്ങൾ വന്നിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്തവരാവേ അങ്ങനെ പോകണ്ടല്ല. ദൈവം നിങ്ങൾ അഭിഷേകം ചെയ്ത് അയക്കുവാൻ ആഗ്രഹിക്കുക. And if you have come without receiving the anointing, you should not go in that same manner. God would like to anoint you. സ്വർഗ്ഗത്തിൽ പേരുള്ളവരായി ആദ്യജാതന്മാരുടെ ലിസ്റ്റിൽ നിങ്ങളുടെ പേര് വരികയാണ്. Your name should be in heaven and also in the list of the firstborn. പ്രിയരേ, ദൈവദൂതന്മാർ ഇതിൽ സന്തോഷിക്കുക മാത്രമല്ല ചെയ്യുന്നത്. Beloved ones, not the angels are rejoicing. രക്ഷിക്കപ്പെടുന്ന ഓരോ ദൈവവൈദ്യന്റെയും സുരക്ഷയും ശുശ്രൂഷയും ദൂതന്മാർ ഏറ്റെടുക്കുകയാണ്. And all those who are saved, the angels will keep their security. നിങ്ങൾ സ്വർഗ്ഗത്തിൽ പോകുന്നവരാണ് അങ്ങനെ ഉറപ്പുവരുത്താമെന്ന് ചോദിച്ചാൽ, And how can you have the assurance that you will go to heaven? നിങ്ങൾക്ക് ദൂതന്മാരുടെ കാവലും ദൂതന്മാരുടെ ശുശ്രൂഷയും ലഭിച്ചിരിക്കും. You will have the company and the ministry of angels. ചിലപ്പോൾ ചില പറഞ്ഞേക്കാം, അങ്ങനെയൊന്നും എനിക്ക് ഒരു ഓർമ്മയില്ല. I don't think such things. രക്ഷിക്കപ്പെട്ട എത്ര വർഷമായി, So many years I have been അഭിഷേകം saved. പ്രാപിച്ചിട്ടുണ്ട്, I have received the anointing. ഞാൻ ശുശ്രൂഷകനാണ്. I am a minister of God. ഇതുവരെയും അങ്ങനെ ദൈവദൂതന്മാരുടെ ശുശ്രൂഷ ലഭിച്ചതായി എനിക്ക് ഓർക്കുന്നില്ല. അങ്ങനെ നിങ്ങൾ വിചാരിക്കേണ്ടതില്ല, നിങ്ങളത് അറിയാതെ പോയതായിരുന്നേക്കാം. I don't think that you are not receiving the ministry of the angels. You are receiving it. ഒരിക്കൽ ഞാൻ 2 അടി ഉയരത്തിൽ നിന്ന് താഴെ വീണു. Once I fell down from a high place. ഞാൻ താഴോട്ട് വീണുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം എന്റെ വീടിന്റെ പൊസിഷൻ ഞാൻ ചിന്തിച്ചപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. And I was falling down. When I understood where I was falling, ഒരു ചോക്ക് രണ്ടായി ഒടിക്കുന്നത് പോലെ എന്റെ നട്ടൽ ഇങ്ങനെ രണ്ടായിട്ട് ഒടിയും. and as a chalk is being bent into two, my spinal cord was being broken. ഇവിടെ കിടന്ന് നിലവിളിക്കും, ആരെങ്കിലും എടുത്തുകൊണ്ട് പോവുകയുള്ളൂ, ഞാൻ ഒരിക്കലും എഴുന്നേറ്റ് പോകയില്ല. And they will call, weep aloud, someone will have to take me, but I cannot go of myself. പക്ഷേ എനിക്കൊന്നും സംഭവിച്ചില്ല. But nothing happened to me. ഞാൻ എഴുന്നേറ്റു. I rose up. എങ്കിലും എനിക്കൊരു സംശയവും പിറുപിറുപ്പും. But I had doubt and I had a murmuring.
നീ വീഴാതെ വണ്ണം എന്റെ ദൂതന്മാർ നിന്നെ താങ്ങുമെന്ന് വാഗ്ദത്തം ഉണ്ടല്ലോ കർത്താവേ. There is a promise that he will give his angels charge over thee. ഞാൻ വീണപ്പോൾ ദൂതന്മാർ എന്തുകൊണ്ട് താങ്ങിയില്ല എന്ന് ഞാൻ ചോദിച്ചു. I asked when I fell, why didn't the angels bear me? ഞാൻ കണ്ണുനീരോടെ കുറ്റം സമ്മതിക്കുന്നു. കർത്താവിനോട് തിരിച്ചു ചോദിച്ചു, എന്റെ ദൂതൻ നിന്നെ താങ്ങിയില്ല എന്ന് എന്നോട് ആര് പറഞ്ഞു? God asked me, who told my angels didn't bear you? ഇല്ലെങ്കിൽ നീ അവിടെ നിന്ന് എഴുന്നേറ്റ് നടക്കുമായിരുന്നില്ല. If they hadn't borne you, you wouldn't have risen up. അപ്പോഴാണ് ഞാൻ ചിന്തിച്ചതോ ദൈവദൂതന്മാരുടെ ശുശ്രൂഷ. Yes, then I understood the ministry of the angels. പ്രിയമുള്ളവരെ, ഞാൻ ഈ എറണാകുളത്ത് നിന്ന് ഒരിക്കൽ വടാട്ടുപാറയ്ക്ക് വാഹനം ഓടിച്ചു പോകുമ്പോൾ, Beloved ones, from Ernakulam I was driving a vehicle to Vadattupara. ഞാൻ രോഗത്തിന് ശേഷം ബലഹീനനായിരുന്നു. 65 കിലോമീറ്റർ ദൈവദൂതനോ എനിക്ക് വാഹനം ഓടിച്ചു തന്നു. ഞാനിപ്പോൾ വിശദീകരിക്കാൻ സമയമെടുക്കുന്നില്ല. And I have no time to explain. I was a bit tired after the meeting. For some 65 kilometers, either the angel or an angel of God drove the vehicle for me. സ്വർഗത്തിലേക്ക് പോകുന്നവർക്ക്, ദൈവ കുടുംബത്തിലെ അവന്റെ മക്കൾക്ക്, അവന്റെ തിരുസഭയിലെ അംഗങ്ങൾക്ക് ദൈവം തന്റെ ദൂതന്മാരുടെ സുരക്ഷയും ശുശ്രൂഷയും കൊടുത്തുകൊണ്ടിരിക്കും. And God is giving the company, the security and the ministry of the angels for the servants of God. സ്വർഗത്തിൽ പേരെഴുതപ്പെടുന്നത് ഒരു സൗഭാഗ്യകരമായ അനുഭവമാണ്. And it is a blessed privilege that your names are written in heaven. എന്നാൽ ഒരു കാര്യം ഞാൻ ഉറപ്പിക്കുകയാണ്, എഴുതപ്പെട്ട പേര് എന്നോട് ഉണ്ടാകണമെന്നില്ല, മായ്ക്കപ്പെടാം. But I would like to remind one thing, your names will not always be there. It might be erased. പുറപ്പാട് 32:33, in Exodus 32:33, സങ്കീർത്തനം 69:28, in Psalm 69:28, വെളിപ്പാട് പുസ്തകം 3:5, in Revelation 3:5, ഇവിടെല്ലാം സ്വർഗത്തിൽ എഴുതിയ പേരുകൾ മായ്ക്കപ്പെടാം എന്ന് കാണുന്നുണ്ട്. if we read that your names can be removed. ഇവിടെ ഇരിക്കുന്ന എന്റെ വാക്കുകൾ കേൾക്കുന്ന ആരുടെയെങ്കിലും പേര് സ്വർഗത്തിൽ മായ്ക്കപ്പെട്ടിട്ടുണ്ടോ? And is your names being removed, erased? എപ്പോഴാണ് മായ്ക്കപ്പെടുന്നത്? When will it be removed? പിന്മാറ്റത്തിലേക്ക് പോകുമ്പോൾ, when you go to backsliding, ലോകത്തിലേക്ക് പോകുമ്പോൾ, when you go to the world, ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന അകന്നു പോകുമ്പോൾ, when you are going away from the love of God, പ്രമാണങ്ങൾ ലംഘിച്ച് പിന്മാറ്റക്കാരനായിട്ട് മാറുമ്പോൾ, and when you disobey the commandments of ഉപേക്ഷിച്ച God, പാപത്തിലേക്ക് മടങ്ങി പോകുമ്പോൾ, when you go back to your former estate, കർത്താവിനെ വിട്ട് പിശാചിനെ സേവിപ്പാനായി പ്രസാദിപ്പിക്കുവാനായി ഇറങ്ങി പോകുമ്പോൾ, when you leave Christ and go to please the devil. ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അനുദപിച്ച് വീണ്ടും ആ പേര് സ്വർഗത്തിൽ എഴുതുവാൻ ഇടയാക്കുക. And if you have something has happened, you repent, and so that your names will be once again written in heaven. നമ്മുടെ കണ്ണുനീര് കണ്ട മനസ്സറിഞ്ഞ വിമാറ്റങ്ങളെ ക്ഷമിച്ച് വീണ്ടും അംഗീകരിച്ച് ആ പേര് ഇവിടെ എഴുതുവാൻ നമ്മുടെ കർത്താവ് അത്ര മനസ്സിലുള്ളവനാണ്. And our God is a compassionate God, so that once again your names will be written in heaven. ഇങ്ങനെ നിത്യത്തിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നവർക്കുള്ള മറ്റൊരു ഗുണമാണ്, മുഖ്യ സന്തോഷത്തെക്കാൾ മുഖ്യമായൊരു സന്തോഷം അവർക്ക് ഉണ്ടായിരിക്കും. And those who are preparing to go to eternity, they have one speciality. Above their chief joy, they will have another chief joy. 137 സങ്കീർത്തനം 6 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. In Psalm 137 verse 4 we read, യെരൂശലേമേ, O Jerusalem, നിന്നെ ഞാൻ മറന്നു കളയാമോ? And can I forget you? നിന്നെ എന്ന മുഖ്യ സന്തോഷത്തെക്കാൾ ഞാൻ വിലമതിക്കാതെ പോകാമോ? And can I not remember you above my chief joy? പ്രിയരേ, പുതിയ യെരൂശലേമിലേക്ക് പോകുന്നതിന് മുൻപ് നാം ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷത്തെക്കാൾ ഏറ്റവും വലിയ സന്തോഷമായി ദൈവിക കാര്യം അനുഭവപ്പെടണം. And before going to New Jerusalem, your chief joy should be, you should experience that goodness of God. നല്ലൊരു വസ്ത്രം ധരിക്കുമ്പോൾ, നല്ലൊരു ഭക്ഷണം കഴിക്കുമ്പോൾ, നല്ലൊരു ഭവനത്തിൽ പാർക്കുമ്പോൾ, പുതിയൊരു വാഹനം വാങ്ങുമ്പോൾ, അങ്ങനെ ഒരു ജോലി ലഭിക്കുമ്പോൾ ഒക്കെ നമുക്ക് സന്തോഷമുണ്ട്. And we have rejoicing when you buy a new vehicle, you get a new job, you buy a new house, you get something, a new profession. പക്ഷേ സ്വർഗത്തിലേക്ക് പോകുന്നവർക്ക്, but those who go to heaven, ഈ കാണുന്ന എല്ലാറ്റിനേക്കാളും മുഖ്യ സന്തോഷം ദൈവിക കാര്യങ്ങളിലായിരിക്കും. And their chief joy above all these things will be in godly things. നിങ്ങൾക്ക് ഈ ലോകത്തിൽ ഏത് സ്ഥലത്ത് പോകുന്നതിനേക്കാൾ ഏറ്റവും സന്തോഷം അത് ദൈവസന്നിധിയിൽ പോകുമ്പോഴായിരിക്കും. And about going to any other place, your chief joy will be to go to the place of God. എവിടെ പോകുന്നതിനേക്കാൾ ഏറ്റവും അധികം ആനന്ദം പകരുന്നത് ആരാധനാലയത്തിൽ പോകുമ്പോഴാണ്. And you will have greatest rejoicing when you go to the place of worship. അങ്ങനെയുള്ളവരെ കണ്ടിട്ടുണ്ടോ?
And have you seen such people? ദൈവസന്നിധിയിൽ വന്നാൽ വരുന്നവരും പോകുന്നവരും നോക്കാനും അവർക്ക് സമയമില്ല. And they have no time to look at the people who have come and go. വർത്തമാനം പറയാൻ സമയമില്ല. No time for conversation. മൊബൈൽ ഫോണിൽ ആരാ വിളിക്കുന്നു നോക്കാൻ സമയമില്ല. Even no time to look at the mobile. വാട്സാപ്പിലേക്ക് മെസ്സേജ് ആരാ അയച്ചു നോക്കാൻ സമയമില്ല. No time to look who sent the message. ഇടവും പോലും മുമ്പും മുറി ഇരിക്കുന്ന ആരാന്ന് പോലും നോക്കാൻ സമയമില്ല. No time to look here or there. ഏറ്റവും ആനന്ദം തരുന്ന സ്ഥലത്ത് വന്നിരിക്കുകയാണ്. You have come to the place where you receive the greatest joy. എല്ലാം മറന്നും എല്ലാവരെയും മറന്നും ശരീരം പോലും മറന്നും ആനന്ദത്തിൽ മുഴുകുകയാണ്. And you are rejoicing, having forgotten everything, even having forgotten your body. സ്വർഗ്ഗത്തിലേക്ക് പോകുന്നവരുടെ സ്വഭാവ ഗുണം അങ്ങനെയാണ്. That is the character of those who go to heaven. നല്ല ഭക്ഷണം കഴിച്ചാൽ, ഒരു KFC ചിക്കനൊക്കെ കൊണ്ട് കഴിച്ചാൽ എന്തോ രുചിയ സന്തോഷം അല്ലേ? If you have something good, you have a great rejoicing, isn't it? പക്ഷേ അതിലും നല്ല സന്തോഷം ദൈവത്തിന്റെ വചനം ഭക്ഷിക്കുമ്പോഴാണ്. And even a more joy will be when you imbibe the word of God. ദൈവത്തിന്റെ വചനം വായിക്കുമ്പോഴാണ് അതിനേക്കാൾ വലിയ സന്തോഷം. And as you read the word of God, you have greater rejoicing. വിഭവസമൃദ്ധമായ ഒരു സദ്യയേക്കാൾ 1000 മടങ്ങ് സന്തോഷം വചനം വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും. And as you read and as you hear the word of God, you have more rejoicing than a meal with many dishes. അടുത്ത കാലത്ത് നമ്മുടെ കേരളത്തിൽ സാക്ഷരതാ പ്രവർത്തനങ്ങൾ നടന്നു. അതായത് എഴുത്തും വായന അറിഞ്ഞുകൂടാത്ത പഴയ ആളുകളെ എഴുത്തും വായനയും പഠിപ്പിക്കാനുള്ള സംവിധാനം. And we had recently a literacy program in Kerala. തിരുവനന്തപുരത്ത് അങ്ങനെ ഒരു പ്രോഗ്രാം നടന്നു. അനേകരെ വായിക്കാൻ പഠിപ്പിച്ചു. And so many people, those who couldn't read and write, they were made to read and write. അത് വാസ്തവത്തിൽ തിരുവനന്തപുരത്ത് BJT ഹാളിൽ സർട്ടിഫിക്കറ്റ്സ് വിതരണം ചെയ്തു. And even in the BJP hall, they delivered the certificates. സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വന്നപ്പോൾ ഏറ്റവും പ്രായമുള്ള ഒരു വ്യക്തി ചൊവ്വൂർ സ്വദേശിയായിരുന്നു. And one person, he was from Chowa. എന്റെ പേര് ജോഷുവ, 78 വയസ്സ്. 78-year-old Joshua. ഈ സർട്ടിഫിക്കറ്റ് എല്ലാം ഇങ്ങനെ വാങ്ങി കഴിഞ്ഞപ്പോൾ പത്രക്കാര് ചുറ്റും വളഞ്ഞ ഇന്റർവ്യൂ. And the paperman and the reporters, they interviewed that man. അവരെ ചെറിയ കളിയാക്കൾ പോലും ചോദിച്ചു, ഈ വയസ്സാം കാലത്ത് അക്ഷരവിദ്യയൊക്കെ പഠിച്ചിട്ട് എന്തോ ചെയ്യാൻ പോകുന്നു? And in this old age, having learned to read and write, what will you do? ആ മനുഷ്യൻ നൽകിയ മറുപടി എന്താണെന്നറിയാമോ? And what is the reply he gave? ഇനി എനിക്ക് ബൈബിൾ മുഴുവൻ ഒന്ന് വായിച്ചു തീർക്കണം. And now I will have to read the Bible entirely. വേറെ എന്തെല്ലാം ലോകത്തിൽ വായിച്ച് രസിക്കാനുണ്ട്. So many other things to rejoice in heaven. പക്ഷേ 78ാമത് വയസ്സിൽ വായന പഠിച്ചു കഴിഞ്ഞപ്പോൾ മനുഷ്യന്റെ ഉള്ളിലെ ദാഹം എന്താ? വായിക്കാൻ പഠിച്ചല്ലോ, ഇനി എനിക്ക് ബൈബിൾ ഒന്ന് മുഴുവൻ ഒന്ന് വായിച്ചു തരാം. And I have to read the Bible. I have learned to read. Now I have to read the Bible. സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന മനുഷ്യരുടെ ഏറ്റവും വലിയ ഭക്ഷണം, രുചികരമായ ഭക്ഷണം, ഏറ്റവും വലിയ സന്തോഷം ദൈവത്തിന്റെ വചനമായിരിക്കും. And the greatest joy, those who go to heaven, their food, their meal will be the word of ഈ God. ലോകത്തിൽ സന്തോഷം തരുന്ന ഏത് മനുഷ്യരെക്കാളും അധിക സന്തോഷം ശുശ്രൂഷകരിൽ നിന്ന് അവർ പ്രാപിക്കും. And above the joy than anything of the world, they will receive the joy from the servants of God. എന്റെ അപ്പനെയോ എന്റെ അമ്മയെയോ എന്റെ സഹോദരങ്ങളെയോ ഭർത്താവിനെയോ ഭാര്യയോ കുഞ്ഞുങ്ങളെ കാണുന്നതിനേക്കാൾ സന്തോഷം ദൈവ ശുശ്രൂഷകരെയും എന്റെ സഹവിശ്വാസികളും കാണുമ്പോഴാണെന്ന് പറയുന്നവൻ സ്വർഗ്ഗത്തിൽ പോകാൻ ഒരുക്കമുള്ളവനാണ്. And one who is preparing to go to heaven, above my father or mother or children or wife or husband, if I see the servants of God and the believers, if you have the rejoicing, he is the person who prepares to go to heaven. ലോകത്തിൽ ഏറ്റവും സന്തോഷവും സംതൃപ്തിയും തരുന്നതായ വേല, ഉദ്യോഗം ദൈവത്തിന്റെ വേലയാണ്. Greatest joy, greatest satisfaction that you get in earth is the work of God. ഈ ലോകത്തിൽ എന്റെ ഹോബി എന്താന്ന് ചോദിച്ചാൽ സാക്ഷ്യം പറയുന്നതാണ്. And my future is that I testify. എന്റെ യേശുവിനെ മറ്റുള്ളവരെ പങ്കുവയ്ക്കുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. The greatest joy that I share my Jesus to others. എന്റെ ഭൂമിയിലെ സമ്പാദ്യം ഏക്കറക്കണക്കിന് വസ്തുവോ കോടിക്കണക്കിന് രൂപയോ ബാങ്ക് ബാലൻസോ അല്ലെങ്കിൽ സ്വർണമോ വെള്ളിയോ അല്ല. It is not the balance in the bank or the silver or the gold. എന്റെ ഏറ്റവും വലിയ സമ്പാദ്യം ആത്മാക്കളാണ്. My greatest inheritance is the souls. ശ്രദ്ധിക്കരുത് യുവമക്കളെ, സ്വർഗ്ഗത്തിലേക്ക് പോകുന്നതുകൊണ്ട് ഗുണമാണോ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. It is the speciality of those who go to heaven. ഞാൻ ഈ ലോകത്തിൽ കേൾക്കാൻ കൊതിക്കുന്ന ഏറ്റവും സന്തോഷമുള്ള ശബ്ദം, and the voice that I like to hear ദൈവ ശബ്ദമാണ്, കാഹള ശബ്ദമാണ്. above any other voice is the voice of God, the voice of the ഞാൻ trumpet. കാണാൻ ആഗ്രഹിക്കുന്ന കൊതിക്കുന്ന ഏറ്റവും നല്ല മുഖം, and the face that I would like to see, സ്നേഹിതരുടെയോ കുടുംബാംഗങ്ങളുടെയോ ഒന്നുമല്ല, എന്റെ യേശുവിന്റെ മുഖമാണ്. not of my friends or of my relatives, but the face of Jesus. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, The reason for it, അഥവാ എനിക്ക് വേണ്ടി ലോകത്തിലേക്ക് വന്നതിന്റെ യേശു മാത്രമാണ്. only Jesus came to save the vilest sinner as I. എന്റെ
ന്യായവിധി ഏറ്റെടുക്കുവാൻ എന്റെ കർത്താവ് കടന്നുപോയ കഷ്ടതയുടെ പാതകൾ ധ്യാനിക്കുന്നു. Oh, the sufferings that he bore to take the judgment away from me. അവന്റെ കൈകാലുകളെയും ശരീരത്തിലെ മുറിവുകളെയും ഞാൻ ശ്രദ്ധിക്കുമ്പോൾ, And as I look the nail prints in his hand and feet, അവൻ ആ മുൾമുടി ധരിച്ച് പിലാത്തോസിന്റെ മുൻപിൽ നിന്നത് ഞാൻ ഓർക്കുമ്പോൾ, and I remember having the crown of thorns standing before എനിക്ക് Pilate, വേണ്ടി അവന്റെ മുഖം വിരൂപമായി അപമാനിക്കപ്പെട്ട തുപ്പേറ്റത് ഞാൻ ഓർക്കുമ്പോൾ, and his face was marred, disfigured for me and spat ഈ upon. നീചഭാവിയായി എനിക്ക് വേണ്ടി ഒരു ക്രൂശുമരം ചുമന്നുകൊണ്ട് ഗോൽഗോഥയിലേക്ക് വെച്ച് വീണും എഴുന്നേറ്റും നടന്നുപോയി ഓർക്കുമ്പോൾ, And as I meditate that he slipped down and he rose again and he walked bearing that heavy cross. ആകാശത്തിന് ഭൂമിക്ക് മധ്യേ മൂന്നാണിവേൽ തൂങ്ങിക്കിടന്ന എനിക്ക് വേണ്ടി പിതാവിനായി കൈവിടപ്പെട്ടവനായി സ്വന്തം തോളിൽ തല ചായ്ച്ച് പ്രാണൻ വിട്ട എന്റെ കർത്താവിനെ ഓർക്കും. Oh, when I think that Christ, having borne upon that cross between heaven and earth, upon that 3 nails, and having rested his head upon his shoulders, his soul departed. When I think, ഞാൻ ഈ ഭൂമിയിൽ വേറേത് മോഹം കാണാനാണ് കൊതിക്കേണ്ടത്? and what else do I desire in this earth? താമസനമന ഞാൻ രാജ്യത്തിൽ ചെല്ലും, അവനെ ഞാൻ മുഖാമുഖമായി. Very soon I will reach that kingdom. I will see him face to face. സ്വർഗത്തിലേക്ക് പോകുവാൻ ഒരുങ്ങിയിരിക്കുന്നവരെ നമ്മുടെ മുഖ്യ സന്തോഷം എന്താണെന്ന് നമുക്കൊന്ന് വിലയിരുത്തി നോക്കാം. Beloved ones, those who are preparing to go to heaven, what is our chief joy? ചില ആളുകൾ പറയും, എങ്ങനെ സന്തോഷം വരാനാ? Some people sing, how will this rejoicing come? പോരാട്ടങ്ങൾ, പ്രശ്നങ്ങൾ, നിന്ദകൾ, കഷ്ടങ്ങൾ. So many struggles and strives and opposition and troubles. നിങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടെ, എനിക്കുള്ളതുപോലെ പ്രശ്നം ആർക്കും ഇല്ല. You might not know so many problems that I'm having. ഒരു വിധവയായ ഒരു സ്ത്രീ എന്നും ഇങ്ങനെ പിറുപിറുക്കുമായിരുന്നു, എന്റെ കഷ്ടം പോലെ ആർക്കും കഷ്ടമില്ല, ഇത്രയും വലിയ ക്രൂശ് നീ തന്നല്ലോ ദൈവമേ. A widow, she used to murmur, more than my suffering, no one else has that suffering. ഒരു സ്വപ്നം കണ്ടു, ഒരു ദൂതൻ വന്ന് വിളിച്ചുകൊണ്ട് പോയി. She saw a dream, an angel called her. ഓ, നിന്റെ ക്രൂശ് വലിയ ഭാരമാണല്ലേ? Oh, is your cross too heavy for you? വേറൊന്നും തരാമല്ലോ, I will give you another cross. തന്റെ അയൽവാസികളുടെ ദേശവാസികൾ ഓരോരുത്തരും വീടിന് മുൻപിൽ കൊണ്ടുപോയി. And she was taken to the houses of all her neighbors and to the countrymen. പല രൂപത്തിലുള്ള, നീളമുള്ളതും നീളം കുറഞ്ഞതുമായ പല രൂപത്തിലുള്ളതായ കുരിശുകൾ ഇരിക്കുന്നു. Crosses of different sizes and shapes. അത് ഓരോന്ന് എടുത്തപ്പോ പൊക്കാൻ വയ്യ. And she couldn't even lift it. ചിലത് അനങ്ങുന്ന പോലുമില്ല. And some people were not even moving. ചിലത് പാടുപെട്ട് തോളെ വെച്ചു, പക്ഷെ നടക്കാൻ പറ്റുന്നില്ല. And she put it upon her shoulders, it is not moving. ഒന്നിടത്ത് നടക്കാൻ ശ്രമിച്ചു, ആകെ ശ്വാസം മുട്ടുന്നു. And she started to move, but she was panting. അതെല്ലാം അവിടെ വെച്ചു. She kept it there. ഇങ്ങനെ കൊണ്ടുപോയി അയൽവക്കാരുടെ ദേശവാസനേക വീട്ടുവാതിൽക്ക് കൂടെ പോയി. And through the houses, she went through all the houses. കറങ്ങി 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 അവസാനം ഒരു വീടിന് മുൻപിൽ വന്നു. Finally she reached a house. അവിടെ ഒരു ക്രൂശ് ഇരിക്കുന്നു. A cross was there. അതെടുത്ത് വെച്ചു. And she bore it. ഇതെനിക്ക് ചുമക്കാൻ. Yes, this I can bear it. ഇത് ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ള ഏറ്റവും ലഘുവായ ക്രൂശായി. This is a very light cross for me. I can bear it. ആ വീടിന്റെ ആ മുട്ട് നോക്കിയപ്പോൾ സ്വന്തം വീടാ. And she saw it was her own house. മറ്റാർക്കുമില്ലാതെ കഷ്ടമുണ്ടെന്ന് പറഞ്ഞ് നീ സന്തോഷിക്കാൻ കഴിയാതെ ദുഃഖഭാവത്തോടെ ജീവിക്കാതെ കർത്താവ് നിനക്ക് സഹിക്കാവുന്നതിൽ ഏറ്റവും കുറഞ്ഞതേ തന്നിട്ടുള്ളൂ. And God has given you only the minimum that you can bear. എന്നോട് ചേർന്ന് അത് സമ്മതിക്കുന്നവർ മാത്രമല്ലേ പറഞ്ഞാട്ടെ. ആമേൻ. സ്വർഗ്ഗ സന്തോഷം ഉള്ളവർക്ക് പിറുപിറുക്കുവാൻ യാതൊരു വകയുമില്ല. No room for them to murmur, those who have the heavenly joy. തിന്മകളും പ്രയാസങ്ങളും ഇല്ലെന്നല്ല, നന്മകളെ ഓർക്കുമ്പോൾ തിന്മകളെ ശ്രദ്ധിക്കാനേ പറ്റുന്നില്ല. Not that we do not have evils or problems, but when we think of the blessings, we cannot help but rejoice. സ്വർഗ്ഗ സന്തോഷമുള്ളവർ 30 തിന്മയേക്കാൾ 2 നന്മ കാണും. And those who have that heavenly joy above the 30 evils, they will see the 2 good things. സന്തോഷത്തോടെ ജീവിക്കുന്നതിന് വല്യമ്മയുണ്ടായിരുന്നു. There was an aged woman who lived joyfully. മോണ കാട്ടി ചിരിക്കും. And she used to show her gums and അപ്പോൾ ചോദിച്ചു, smile. വായിൽ ഒരു പല്ല് പോലും ഇല്ലല്ലോ, പിന്നെ എന്താ ഇത്ര സന്തോഷം? And someone asked, you have an old mother, you had even a single tooth in your mouth, why so happy you are? തമ്പുരാൻ 16 ജോഡി പല്ലുകളാണ് തന്നത്. And she said, the Lord has given me 16 pairs of teeth. 15 ജോഡിയും കൊഴിഞ്ഞു പോയി. And 15 pairs have left. ഇനി 2 ഉണ്ട്. Only 2 are remaining. പക്ഷെ ഒരു ദൈവത്തിന് കൃപ ചോദിച്ചാൽ ഈ 2 നേരെ മുകളിലും താഴെ, അതുകൊണ്ട് എനിക്ക് കടിക്കാൻ പറ്റുന്നുണ്ട്. And now I can have my food, I can bite because the 2 are incisors. അതുകൊണ്ടാണ്
എനിക്ക് സന്തോഷം. ദൈവത്തോട് എനിക്ക് വളരെ നന്ദിയുണ്ട്. And I am grateful to God. നേരെയാണല്ലോ. And only two, but they are erect. I am very happy. പ്രിയരേ, നമ്മുടെ നന്മകളെ നാം ചിന്തിക്കാത്തതിനാൽ പലപ്പോഴും പിറുപിറുക്കുന്നവരായി മാറിപ്പോയി. Because we are not thinking of our blessings, we are murmur. സ്വർഗത്തിലെ സന്തോഷത്താൽ നിറയുന്നവർ തങ്ങളുടെ ഇല്ലായ്മയല്ല ദൈവം ചെയ്ത നന്മകളെ ചിന്തിച്ച് സന്തോഷിച്ച് നടന്നുകൊണ്ടിരിക്കും. And those who are thinking the blessings of heaven, they are rejoicing in the blessings God has given them. എന്റെ ചെവിക്ക് കേൾവി പോയല്ലോ, കാഴ്ചയുടെ കണ്ണ് കുറഞ്ഞല്ലോ. Oh, I have lost my hearing, I have lost my eyesight. പക്ഷേ ഒന്നിലല്ലേ പ്രശ്നം, അടുത്തതിന് കുഴപ്പമില്ലല്ലോ. Only one eye has problem, the other is all right. ഒരു കാലേ പ്രശ്നം, മറ്റു കാലിന് കുഴപ്പമില്ല. Only one limb is not working, the other is okay. ഈ ഒരു വശത്ത് വേദനയുണ്ട്, മറ്റേ വശത്ത് കുഴപ്പമില്ല. Only one side I have the pain, the other side I'm free. കൈക്ക് കുഴപ്പമുണ്ടെങ്കിലും കാലിന് പ്രശ്നമില്ല. Even the hand, it might have some problems, my legs are free. ഇങ്ങനെ നാം ചിന്തിക്കാൻ തുടങ്ങിയാൽ നന്മകൾ മാത്രമേ കാണുകയുള്ളൂ, നമുക്ക് സന്തോഷിക്കാം. And as we think these things, we can only see the good things. ഈ കഴിഞ്ഞ ആഴ്ചയിൽ തൃശ്ശൂര് ഒരു കത്തോലിക്കരുടെ ധ്യാന കേന്ദ്രത്തിൽ ഒരു പെൺകുട്ടി വന്നു. And a young girl came to a meditation center in Thrissur. അവൾ ജനിച്ചത് രണ്ട് കൈയും ഇല്ലാതെയാണ്. She was born without both her hands. പക്ഷേ അവൾ കാലുകൊണ്ട് നല്ല മനോഹരമായ ചിത്രം വരച്ച് കാണിച്ചു ജനങ്ങളെ. And she drew a picture through using her feet. വളരെ സംതൃപ്തിയുള്ള ഒരു പെൺകുട്ടി. And she led a life of satisfaction. രണ്ട് കൈയും ഇല്ലാതെ ഇവിടെ നിങ്ങൾ ആരെങ്കിലും വന്നെന്ന് വരികിൽ, and if you have you have not both your arms, പാട്ട് പാടുമോ, ആത്മാവ് നിറയുമോ, സന്തോഷം വരുമോ, will you sing, will you be happy, will you be rejoice in the spirit? നിങ്ങളോ ഞാനവാണെന്ന് വരി വന്നിരിക്കുന്നതിൽ ഏറ്റവും നിരാശമുഖത്തോടെ നടക്കുന്ന ഒരാളായി. If it were you or I, we would have been discouraged. നന്മകളെ നമുക്ക് ചിന്തിച്ചാൽ സന്തോഷത്തോടെ ജീവിക്കാം. And as we think the blessings, we can go for സ്വർഗ്ഗത്തിലേക്ക് joyfully. പോകുന്നവർ അവർ സദാ സന്തോഷചിത്തരായ മനുഷ്യരാണ്. And those who go to heaven, they are full of joy. നമ്മുടെ സന്തോഷം ചോർത്തിക്കളയുന്നതായ ദ്വാരങ്ങൾ നമുക്ക് അടയ്ക്കാം. Shall us close the valves that loose out, പിറുപിറുപ്പുകളോട് നമുക്ക് വിട പറയാം. and let us bid adieu to murmurings. നമുക്ക് സദാ ദൈവത്തിന്റെ സ്തോത്രവും നന്ദിയും കരേറ്റിക്കൊണ്ട് ജീവിക്കാം. Let us always offer praise and thanksgiving to our നിത്യത്തിലേക്ക് God. പോകുന്നവർക്കുള്ള ഒരു ഗുണം അവർ ക്ഷമിക്കും എന്നതാണ്. And one good thing is that they will forgive. ചിലർ പറയാറുണ്ട്, ഞാൻ അങ്ങ് പെട്ടെന്ന് കോപിച്ചു പോകുന്നു. Some people say, I get angry very soon. ഇങ്ങനെ ഒരു ചൊല്ലുണ്ട്, one who angers you conquers you. And one who angers you conquers ഇത് you. മനസ്സിൽ വെച്ചാൽ മതി. And you have to keep it in mind. എന്നെ ഒരാൾ കോപിപ്പിച്ചെങ്കിൽ ഞാൻ അവനോട് തോറ്റുപോയി. And if he frustrates me, then I will be conquered by that man. ഒരു മലയാളി ഇപ്പൊ പലയിടത്തും കോൺടെസ്റ്റിന് പോകുന്നുണ്ട്. അങ്ങനെ ചിരിപ്പിക്കാമെങ്കിൽ പറയുന്ന സമ്മാനം കൊടുക്കും. And a Malayali, he goes to a contest in some other places. If you will make him laugh, he will give you an award. ഡെമോൺസ്ട്രേഷൻ ഉണ്ട്. എത്ര ആര് വന്ന് എന്തെല്ലാം പറഞ്ഞു നോക്കുക, ഇയാൾ ചിരിക്കത്തില്ല. And in so many demonstrations, he will not smile or laugh. നമ്മളുടെ വീട്ടിൽ വിളിച്ചിരിക്കും. ഇങ്ങനെ ഒരു വെല്ലുവിളിക്കായിട്ട് നിൽക്കുമ്പോൾ ആര് വന്ന് നോക്കിയാൽ എന്ത് പറഞ്ഞാലും ചിരിക്കത്തില്ല. പുള്ളിക്ക് ഭയങ്കര കൺട്രോളാണ്. And in his house, he will smile and laugh. But in these demonstrations, he will not laugh. He has control over his അങ്ങനെ emotions. ഒരാൾക്ക് തന്നെത്താൻ നിയന്ത്രിക്കാൻ കഴിയുമെങ്കിൽ, And if one person can control oneself, ഒരാൾ എന്നെ കോപിപ്പിച്ചെങ്കിൽ ഞാൻ തോക്കുക, അതുകൊണ്ട് ഞാൻ ഒരിക്കലും തോക്കുകയില്ല. If- എന്തായാലും വച്ചാൽ ഇങ്ങനെ കോപിക്കുകയില്ല എന്ന് തീരുമാനിച്ചാൽ നമുക്കത് ജയമുണ്ട്. if you make a decision, if someone tries to anger me, I will not get angry, then you will win the war. മനുഷ്യരിലുള്ള ഒരു വികാരമാണ് കോപം. An emotion in man is anger. നല്ലതിനും ചീത്തയായതിനും അത് ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം മനുഷ്യന് നൽകപ്പെട്ടിട്ടുണ്ട്. Man has the liberty to use it for good and for bad. ആവശ്യമായ സമയത്ത് ശരിയായ ഉദ്ദേശത്തോടെ ശരിയായ അളവിൽ കോപിക്കുന്നതിന് പക്വതയുള്ള വ്യക്തിക്ക് മാത്രമേ കഴിയൂ. And only a mature man can get angry at the right time, at the right moment, in the right manner. യേശു കോപിച്ചു, ദേവാലയത്തിൽ ചെന്ന അതിന്റെ ഫലം നന്മയായിരുന്നു. And Jesus, he also got angry in the temple of God, and it had a good സ്വർഗ്ഗത്തിലേക്ക് പോകുന്നവരുടെ സ്വഭാവ ഗുണമാണ് ക്ഷമ and forgiveness. ചിലർ പറയുമോ എന്തെല്ലാം മോശമായ പെരുമാറ്റങ്ങൾ ഉണ്ടായെന്ന് അറിയാമോ? Oh, how many bad things I received from that man. എന്തെല്ലാം ദ്രോഹങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് അറിയാമോ? How much he persecuted me. അതുകൊണ്ട് എന്റെ മനസ്സ് മുഴുവൻ കയ്പും പകയുള്ളതാണ്. My heart is full of bitterness and anger. ഒരു കാര്യം ചിന്തിക്കണം, നമ്മുടെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകാനായി നമ്മൾ ദിവ്യ സ്വഭാവവും ആത്മീയ സൗന്ദര്യം ഉളവാക്കാനായി ദൈവം വെച്ചിരിക്കുന്ന മുഖാന്തരങ്ങളാണ് വ്യക്തികൾ. These are the things that God has preserved, kept for us so that we might go to heaven. വീണ്ടും പറയുകയാണ്, സ്വർഗ്ഗത്തിൽ എന്നെ കൊണ്ടുപോകുവാനായിട്ട് തമ്പുരാൻ പലരെയും വെച്ചിട്ടുണ്ട്, നിങ്ങളെയും കൊണ്ടുപോകാൻ ഒരുക്കാനായി ദൈവം പലരെയും വെച്ചിട്ടുണ്ട്. ഭാര്യയാകാം, ഭർത്താവോ, അമ്മായിമ്മയാവാം, അമ്മായിപ്പനാവാം, മക്കളാകാം, കൊച്ചുമക്കളാകാം, നടത്തിപ്പുകാരാകാം, സഹപ്രവർത്തകരാകാം. Once again, I would like to say, God has preserved so many people here and there so that we might reach heaven. മൗറീഷ്യസ് ദ്വീപില്
in the Isle of Mauritius. 2 നൂറ്റാണ്ട് മുമ്പ് കാണപ്പെട്ടിരുന്ന ഒരു പക്ഷിയാണ്, അതിന്റെ പേര് ഡോഡോ പക്ഷികൾ എന്നാണ്. There was a bird some 2 centuries ago, കണ്ടാൽ Dodo. താറാവിനെ പോലെ ഇരിക്കും. It was similar in appearance to a അവിടെ duck. പോയതായ ആളുകള് വളരെ പെട്ടെന്ന് പിടിക്കാൻ പിടിച്ച് തിന്ന് അത് വംശപറ്റുപോയി. And those who went to that island, they consumed it and it is extinct. എന്നാൽ അവിടെ കൽവേരിയ എന്ന പേരുള്ള ഒരു മനോഹരമായ വൃക്ഷമുണ്ട്, പൂത്ത് നിൽക്കുന്നുണ്ട്, നല്ല മനോഹരമാണ്. There is a tree Calvaria. When you see it in blossom, it is beautiful in appearance. ചില അമേരിക്കക്കാർ അതിന്റെ കായ വിത്ത് എടുത്ത് അവിടെ കൊണ്ടുപോയി നട്ടു, പക്ഷെ മുളയ്ക്കുന്നില്ല. And some Americans, they took their seed and sapling and broadcast it in their land, but it did not sprout. എന്തുകൊണ്ട് മുളയ്ക്കുന്നില്ല എന്ന് അന്വേഷിച്ചപ്പോൾ Why it didn't sprout? ഇതിന്റെ ഈ വിത്തിന്റെ തോട് വളരെ കട്ടിയുള്ള, അതുകൊണ്ടാണ് മുളയ്ക്കാത്തത്. And the covering of that seed was very അപ്പോൾ ആ hard. ദ്വീപിൽ അത് മുളച്ചത് എന്തുകൊണ്ടാണ്? Why it sprouted in that island? അതിനൊരു രഹസ്യമുണ്ട്. There was a mystery. ഈ മരത്തിൽ വീഴുന്നതായ കായ്കൾ ഡോഡോ പക്ഷികൾ തിന്നും. And this dodo will consume the seeds of that tree. പക്ഷിക്ക് അകത്തോടെ കയറി ഇറങ്ങി കഴിയുമ്പോൾ അതിന്റെ തോടിന് കട്ടി കുറയും, അതും പെട്ടെന്ന് മുളയ്ക്കും. And once that seed has gone through the intestines of that bird, then it will soften and then it will sprout. നിങ്ങളും ഞാനും ദിവ്യ സൗന്ദര്യം ഉളവാകുവാൻ, നമ്മളെ വിഴുങ്ങുവാൻ തിന്നുവാൻ അനേക ഡോഡോ പക്ഷികളെ തമ്പുരാൻ വെച്ചിട്ടുണ്ട്. God has preserved so many dodo birds so that we might be beautiful in our character. ആ ദ്രോഹങ്ങളോ തിന്മകളോ വിഷമതകളോ നാം ഒഴിവാക്കി ജീവിച്ചാൽ ദൈവിക സൗന്ദര്യം നമുക്ക് നഷ്ടപ്പെട്ടു പോകും. And that divine beauty will be lost if we don't make good use of those things. ക്ഷമയെന്നത് നമ്മളെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകുക മാത്രമല്ല, നമ്മുടെ ക്ഷമ മറ്റുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകും. And this forgiveness, that it will not only take us to heaven but also take others to heaven. അതാണ് ദൈവഭക്തന്മാരുടെ അനുഭവം. That is the experience of the saints of God. റഷ്യയില് കമ്മ്യൂണിസ്റ്റ് ഭരണം നിലനിന്ന കാലത്ത്, In Russia during the communist reign, ക്രൈസ്തവർ വളരെയധികം പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. and the Christians were persecuted. അതിൽ നമ്മുടെ നാട്ടിലെ ഇടിവീരന്മാരായ പോലീസുകാരെ പോലെ ഉരുട്ട് വീരന്മാരെ പോലെയുള്ള ആളുകളും അന്നുണ്ടായിരുന്നു. And also so many very brutal police force was used. പീഡിപ്പിക്കുവാൻ മിടുക്കന്മാരായ ആളുകൾ. And they were very good in persecuting. അതിൽ ഒരു ഓഫീസർ ക്രിസ്ത്യവരെ വളരെയധികം ഉപദ്രവിക്കുമായിരുന്നു. And one officer, he was very good in persecuting ഒരു Christians. ക്രൈസ്തവനെ ഉപദ്രവിച്ച ശരീരം മുഴുവൻ തളർന്നുപോയി. And his body was paralyzed because of the persecution. ജയിൽ അടയ്ക്കപ്പെട്ടു. And he was imprisoned. ഈ കഴുത്തും തലയും മാത്രമേ അനങ്ങത്തുള്ളൂ, ശരീരം മുഴുവനും തളർന്നു കിടക്കും. Only his head and his neck will remove. All the body was paralyzed. എന്നാൽ ഏതോ ചില അപ്രീതി വന്നതുമായി തന്നെ ഇങ്ങനെ ഉപദ്രവിച്ച് ഇങ്ങനെ ആക്കിയ ഈ പട്ടാള ഓഫീസറും അതേ ജയിലിൽ വരാനിടയായി. And that military officer who persecuted, he also finally landed up in that prison. പലരും പറഞ്ഞു, ഇടിവീരൻ ഇതിനകത്ത് വന്നിട്ടുണ്ട്, അയാൾക്ക് ഇത് കിട്ടേണ്ടതായ ശിക്ഷയാന്ന്. And so many people said that man who was brutal, he has also come here. ഒരു ക്രിസ്മസ് രാത്രിയിൽ, But one Christmas night, ഈ തളർന്നു കിടക്കുന്നതായ മനുഷ്യൻ this paralyzed man, തടവുകാരോട് പറഞ്ഞു, to that co-prisoner, നിങ്ങൾ എന്നെ ഒന്ന് എടുത്ത് അദ്ദേഹത്തിന്റെ അടുത്ത് കൊണ്ടുപോകാമോ എന്ന് ചോദിച്ചു. and he said, can you just lift me and take me to that man? ഞാനും കൂടെ താങ്ങി പിടിച്ച് ഈ ഓഫീസറുടെ കിടക്കുന്ന അയാളും തടവുകാരാണോ കൊണ്ടുവന്നു. And they bore him up and took him to that man. താൻ തന്റെ മുഖത്തോട്ട് നോക്കി ഇങ്ങനെ പറഞ്ഞു, And he looked him at the face and said, താങ്കളാണ് ഞാൻ ഈ അവസ്ഥയിലായി തീരുവാൻ കാരണം. You are the reason that I am in this state. എങ്കിലും ഞാൻ താങ്കളോട് ക്ഷമിച്ചിരിക്കുന്നു. Nevertheless, I have forgiven you. കാരണം എന്റെ യേശുവിന്റെ സ്നേഹം ശത്രുക്കളെ ക്ഷമിക്കുന്ന സ്നേഹമാകയാൽ ആ സ്നേഹം നിങ്ങളോട് ക്ഷമിക്കാൻ എന്നെ പ്രേരിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. The reason is that the love of Jesus helps me so that I can love my enemies. നിങ്ങൾക്കറിയാമോ, അന്ന് രാത്രിയിൽ ആ തളർന്ന വ്യക്തി മരിച്ച് ദൈവരാജ്യത്തിലേക്ക് പോയി. You know that paralyzed man, he died and he passed away, went to the presence of God. പക്ഷേ ആ മനുഷ്യന്റെ ആ മുഖവും ആ വാക്കുകളും ഈ ഓഫീസറുടെ മുന്നിൽ മാറുന്നില്ല. And that face and that appearance of that man was forever etched in the memory of that officer. ഞാൻ എത്ര ഉപദ്രവിച്ചിട്ടും ഇവൻ ശരീരം തളർന്ന അവസ്ഥയാക്കിയിട്ടും എന്നോട് ക്ഷമിച്ചെന്ന് പറഞ്ഞല്ലോ, ആ സ്നേഹം എന്തൊരു സ്നേഹമാണ്. Oh, what a great love, so that he has said he has forgiven me. അദ്ദേഹവും ഈ യേശുവിനെ സ്വീകരിക്കുകയും ഒരു ക്രൈസ്തവനായിട്ട് മാറുകയും ചെയ്തു. He also received Christ and became a Christian. അതേ മറ്റാൾ നമുക്ക് ചെയ്യുന്നതായ തിന്മകൾ ദ്രോഹങ്ങൾ നമുക്ക് ക്ഷമിക്കാൻ കഴിയും. അത് നമുക്ക് നന്മയാണെന്ന് എടുക്കുമ്പോൾ നമുക്ക് ക്ഷമിക്കാൻ കഴിയും. നമ്മളെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകും, മറ്റുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകും. And we can forgive. We also will go to heaven. Others also will be caught up to heaven. വിശുദ്ധിക്കായി നീ നൽകിയതെല്ലാം
എന്നോട് നന്മയ്ക്കായി വ്യാപരിച്ചതിനാൽ എൻ വിശുദ്ധിക്കായി നീ നൽകിയതെല്ലാം എന്നോട് നന്മയ്ക്കായി വ്യാപരിച്ചതിനാൽ നീ അറിഞ്ഞേകുന്നതെന്തിനു മടിയാൻ കീഴ്വഴങ്ങുന്നേ നിൻ കൃപ മതിയേ നീ അറിഞ്ഞേകുന്നതെന്തിനു മടിയാൻ കീഴ്വഴങ്ങുന്നേ നിൻ കൃപ മതിയേ മൽപ്രിയനേ തവ സ്നേഹത്തിലെന്നെ മുറ്റും നീ മനസ്സിലാക്കിയിടണമേ മൽപ്രിയനേ തവ സ്നേഹത്തിലെന്നെ മുറ്റും നീ മനസ്സിലാക്കിയിടണമേ എന്നഭയം നീ ആശ്രയവും നീ കണ്ണിലെന്നാശ നിൻമുഖം കാണാൻ എന്നഭയം നീ ആശ്രയവും നീ കണ്ണിലെന്നാശ നിൻമുഖം കാണാൻ. സ്വർഗത്തിലേക്ക് വിശുദ്ധ യെരൂശലേമിലേക്ക് വിശുദ്ധ സിയോണിലേക്ക് പോകുന്നവർക്കുള്ള ഒരു സവിശേഷ ഗുണമാണ് വിശുദ്ധി. And holiness is essential for the people who go to heaven, to go to New Jerusalem. വിശുദ്ധ ജീവിതം നമ്മളെ വിശുദ്ധ സ്വർഗത്തിൽ വിശുദ്ധ യെരൂശലേമിൽ വിശുദ്ധ സിയോൻ കൊണ്ട് എത്തിക്കുകയാണ്. A holy life helps us so that we might attain that holy heaven, holy Zion, holy Jerusalem. അവിടെയെല്ലാം പോകുമെന്ന് നാം പാടുകയും പ്രസംഗിക്കുകയും സന്തോഷിക്കുകയും ഒക്കെ ചെയ്യുന്നവരെങ്കിലും ജീവിത വിശുദ്ധിയെ കാത്തില്ലെങ്കിൽ എങ്ങനെ അവിടെ ചെന്നെത്താൻ കഴിയും? We sing, we preach that we will go there. If we do not maintain the holiness in our life, how can we attain there? നമ്മുടെ ജീവിത വിശുദ്ധിയെ കാക്കുന്നത് അതൊരു ജീവൻ മരണ പോരാട്ടമാണ്. And it is a life and death struggle that we preserve the holiness of our life. എല്ലാവരും ജീവിക്കുന്ന പോലെ ജീവിക്കാൻ ശ്രമിച്ചുകൊണ്ട് വിശുദ്ധി കാക്കുവാൻ കഴിയില്ല. And so that like others live, if we live, we cannot preserve our holiness. കർശനമായ നിയന്ത്രണങ്ങൾ ആവശ്യമാണ്. Certain literal laws are needed. ഒളിമ്പിക്സിന് ഓടി സ്വർണം വാങ്ങിക്കുന്നുണ്ടായിരുന്നേക്കാം. You might receive the gold in Olympics. അവരുടെ ജീവിതം എന്തെല്ലാം ചിട്ടകൾക്ക് നിയന്ത്രണത്തിന് വിധേയരാകുമെന്ന് അറിയാമോ? And you know how much discipline he is subjected to. PT ഉഷ എന്ത് തിന്നണം എത്ര തിന്നണമെന്ന് നമ്പ്യാരാ തീരുമാനിക്കുന്നത്. It is a Nambya who decides how much PT Usha should have and the quantity. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നിയന്ത്രണങ്ങളില്ലാതെ വിശുദ്ധിയിൽ നിലനിൽക്കാവതല്ല. Without that you cannot maintain that holiness in your life. പ്രധാന 3 നിയന്ത്രണങ്ങളെ കുറിച്ച് ഇങ്ങനെ പറയാറുണ്ട്. ഒന്നാമത് റേഷൻ. First is the ration. ഭക്ഷണ സംബന്ധമായ നിയന്ത്രണം. And also controlling the food. അടുത്തത് ഫാഷൻ വസ്ത്ര സംബന്ധമായ നിയന്ത്രണം. And a dress code, that is fashion. അടുത്തത് പാഷൻ ഹൃദയ സംബന്ധമായ അഥവാ മോഹങ്ങളെ സംബന്ധിച്ചതായ നിയന്ത്രണം. Desires of the heart, passion. ഈ നിയന്ത്രണങ്ങളൊക്കെ പാലിച്ചു വേണം നാം ദൈവിക വിശുദ്ധിയിൽ ജീവിച്ചു വളരുവാൻ. And you should obey these rules and live in godliness and holiness. ജീവിത വിശുദ്ധിയെ കാക്കുന്നതിൽ നമുക്ക് ഒരു വലിയ നിഷ്ഠ ആവശ്യമാണ്. And we need a good discipline so that we can preserve the holiness in our life. കല്യാണം കഴിക്കാൻ ജീവിക്കുന്നതുകൊണ്ട് വിശുദ്ധിയും വിശുദ്ധം ഉണ്ടാകണമെന്നില്ല. Not that you are unmarried you can lead a holy life. ബ്രഹ്മചാര്യത്തെ കുറിച്ച് മഹാത്മാഗാന്ധി പറഞ്ഞിരിക്കുന്നത്, concerning brahmachari, Mahatma Gandhi said, ബ്രഹ്മചാര്യം അനുഷ്ഠിക്കുന്ന ഒരു വ്യക്തി and one who follows this brahmachari, പുരുഷനോ സ്ത്രീയോ കാണുമ്പോഴോ അല്ലെങ്കിൽ സേവനം ചെയ്യുവാൻ തൊടുകയോ ചെയ്യുമ്പോൾ, and if a man or woman comes or touches to minister, മനസ്സസ്വസ്ഥമാകുന്നെങ്കിൽ ബ്രഹ്മചാരി അല്ല. and if his mind is out of control, he is not a brahmachari. ജീവനുള്ള രൂപത്തോടും പിത്തള പ്രതിമയോടും ഒരേ വികാരമുള്ളവനാണ് ബ്രഹ്മചാരി. He is a brahmachari who has the same emotion to a living being and to a statue. മദ്യപിക്കുന്നില്ല, സിനിമ കാണുന്നില്ല എന്ന് പറഞ്ഞ് ജീവിച്ചുകൊണ്ട് വിശുദ്ധിയായില്ല. And you are not drinking, you are not seeing the films, it is not holiness. വിവാഹം കഴിക്കാതെ ജീവിക്കുന്നു, കഴിച്ചിട്ടും അല്ലാതെ ജീവിക്കുന്നു പറഞ്ഞിട്ടൊന്നും വിശുദ്ധിയാവുന്നില്ല. Because you are not marrying, it is not holiness. തെറ്റായ സ്വപ്നങ്ങൾ കാണുന്നതും പാപക്കറ തന്നെ. And even unfilthy dreams are stains of ഒരു sin. ബ്രഹ്മചാരി ഉറങ്ങുമ്പോഴും ചിന്തകൾ നീന്നുള്ള വിശുദ്ധി ഉണ്ടായിരിക്കുമെന്നാണ് ഒരു ലോകമനുഷ്യനായ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. He is a worldly man, but he said it, and when a brahmachari sleeps and awakes, his thoughts are pure. 20-ാം സങ്കീർത്തനം 6-ാം വാക്യം, In Psalm 20 verse 6, വിശുദ്ധ സ്വർഗം. and യോവേൽ പ്രവചനം 3:17, in Joel 3:7, യെരൂശലേം വിശുദ്ധം.
And Jerusalem is holy. രണ്ടാം സങ്കീർത്തനം 6-ാമത്തെ വാക്യം. In Psalm 2 verse 6. വിശുദ്ധ പർവ്വതമായ സിയോൻ. And a holy mountain Zion. അവിടേക്ക് പോകുന്നവർ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്റെ ദൈവിക വിശുദ്ധിയിൽ ഒരു പൂർണ്ണത പ്രാപിച്ചു. And you should be perfect in divine holiness as you are in this earth. ജീവിതത്തിൽ ഇതുവരെ ഇത് കൈവയ്ക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ താഴ്ത്തി നമുക്ക് സമർപ്പിക്കാം. വിശുദ്ധരിൽ വിശുദ്ധനായ ദൈവം നമ്മളെ വിശുദ്ധരാക്കി മാറ്റും. Perhaps you might not have attained, you can humble yourself and the holy God will make us purify us. താഴ്മ സ്വർഗ്ഗത്തിലേക്ക് പോകുന്നവരുടെ ഒരു വിശേഷ ഗുണമാണ്. Humility is another character. മനുഷ്യർക്ക് എന്തെങ്കിലും ഒരു പുകഴ്ചയോ പ്രശസ്തി കിട്ടുമ്പോൾ പെട്ടെന്ന് അങ്ങ് നിഗളം വന്നു പോകുകയാണ്. And they get proud very soon if they have some achievement. ബ്രദറിന്റെ പ്രസംഗം ഇന്ന് വളരെ നന്നായിരുന്നു പറഞ്ഞാൽ മതി. Brother, your preaching was very good. Just എന്റെ പാട്ട് നല്ലതാണെന്ന് 10 പേര് എന്നോട് പറഞ്ഞറിയാവോ? some 10 people said me my singing was very nice. 12 പേര് പറഞ്ഞു എന്റെ സാക്ഷി വളരെ പ്രയോജനമായിരുന്നു. 12 people said my testimony was very useful. പരമാർത്ഥം പറഞ്ഞാൽ തെരുവുനായയുടെ പ്രശസ്തി പോലെ എനിക്കില്ല. And I do not have the boasting of even a street monger. ഈയിടെ ലോസ് ആഞ്ചലസിൽ ഒരാൾ ഒരു തെരുവുനായെ എടുത്ത് വളർത്തി. And here recently in Los Angeles one person, അതിനൊരു പേര് വിട്ടു, പോപ്പൈ എന്നാണ്. Popeye it was named. അതിന്റെ 100 കണക്കിന് ചിത്രങ്ങളാണ് ഇന്റർനെറ്റിൽ കൊടുത്തിരിക്കുന്നത്. And hundreds of pictures are given in the ആ internet. ചിത്രങ്ങൾ ലൈക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ആ തെരുവുനായുടെ ആരാധകർ 100,000-ലധികം വരുമെന്നാണ്. And some 100,000 fans for that street mongrel. അപ്പൊ പിന്നെ എനിക്ക് ഒരു തെരുവുനായയുടെ പ്രശസ്തിയെങ്കിലും ഉണ്ടോ? And do I have the boasting of even a street ഞാൻ mongrel? എന്തിനാണ് പ്രശംസിക്കേണ്ടത്? Then why should I boast? ഞാൻ എന്തിനാണ് നിഗളിക്കേണ്ടത്? Why should I be ഞാൻ proud? എന്തിനാണ് പൊക്കച്ചം പറയേണ്ടത്? Why should I be arrogant? എന്നിൽ എന്തെങ്കിലും നന്മയുണ്ടോ? Is there any good thing in me? യേശു സിയോനെ പഠിപ്പിച്ചില്ല. Jesus did not teach Zion. സിയോനെതിരെ പറയുന്ന ആളുകളുടെ ഒരു പ്രധാന പോയിന്റാണ് യേശു സിയോനെ ഒന്നും പഠിപ്പിച്ചില്ലല്ലോ. They say those who speak opposing things concerning Zion. യേശു സിയോനെ പഠിപ്പിക്കാനൊന്നും മെനക്കെട്ട സിയോനെ അങ്ങ് ജീവിക്കുകയായിരുന്നു. Jesus didn't teach Zion, he just lived as Zion. യേശു സിയോനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പരോക്ഷമായ ഭാഷയിൽ. And indirectly he has referred Zion. മത്തായി 18:1. Matthew 18:1. ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവൻ ഏറ്റവും താഴ്ത്തുന്നവൻ ദൈവരാജ് ഏറ്റവും വലിയവനായി. He who humbles himself as a young, he will be Zion. യേശു സിയോനെ കുറിച്ച് പറയാ, സിയോന്റെ സ്വഭാവത്തെ കുറിച്ച് പറയാനാണ്. He said about the nature, the character of Zion. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന് 3 മുതൽ 9 വരെ വായിക്കുമ്പോൾ In Philippians chapter 2 verse 3 to 9 when we read, അവൻ ഏറ്റവും താഴ്ത്തി, he humbled himself ക്രൂശിലെ മരണത്തോളം താഴ്ത്തി, even to the death of the അതുകൊണ്ട് cross. പിതാവായവൻ ഏറ്റവും ഉയർത്തി. Therefore God the Father has highly exalted him. സിയോൻ എന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ അതാണ് സിയോൻ. The Zion is not mentioned, but that is ഏറ്റവും Zion. താഴ്ത്തിയവൻ ഏറ്റവും ഉന്നതമായ സിയോനിലേക്ക് കടന്നു. One who humbled himself has been exalted highly. അതാണ് താഴ്മയാണ് സിയോന്റെ സ്വഭാവം. Humility is the character of Zion. ചിലർ പറയും ഞാൻ അങ്ങനെ താഴ്ത്തി നിന്നാലേ ആളുകളുടെ തല കൂടെ ചവിട്ടി കയറി അങ്ങ് പോകുന്നേ, അതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ച് മസിലൊക്കെ പിടിച്ചിങ്ങനെ നിൽക്കുന്നത്. Some people say they will stamp over my head if I humble. ഒരു മലഞ്ചെരുവിൽ 2 കാട്ടാടുകൾ ഒരു വഴി കൂടി ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. And some 2 wild goats came through the hillock. ഒരു ആടിന് മാത്രം നടക്കാനുള്ള വീതിയേ ഉള്ളൂ. It was the passage only for one wild ഒരു goat to pass വശത്ത് through. കടുന്തൂക്കായ പാറക്കെട്ട്, One side it was a cliff. മറുവശത്ത് 1000 അടി താഴ്ചയുള്ള ഗർത്തം. Second it was a valley 10,000 feet deep. രണ്ടുപേരും കൂടെ അങ്ങോട്ട് കൂട്ടിയിടിച്ചാൽ രണ്ടുപേരും തെറിച്ചാകാതെ ഗർത്തത്തിലേക്ക് പോകും. If both of them collides, both will fall down. ഈ ആടുകൾ ഒന്നൊന്നിന് കീഴടങ്ങുന്ന കൂട്ടരുമല്ല. And these rams, they will not be subject to one ആ another. ഇടുങ്ങിയ പാതയിൽ മുഖാമുഖം വന്നപ്പോൾ And so that straight path they came face to face. എന്ത് സംഭവിച്ചതറിയാമോ? What happened, you know? ഒരാട് കമന്ന നിലം പറ്റങ്ങ് കിടന്നു. And one feet, it just bowed down. എതിരെ വന്ന ആട് അതിന്റെ പുറത്തൂടെ ചവിട്ടിക്കയറി അങ്ങ് പോയി. The other ram, it went over it and went away. മുട്ടിമുട്ടിയെങ്കിൽ രണ്ടുപേരും കുഴി പോയേനെ. If they had collided, both would have fallen down. ഒരാളുടെ പുറത്തൂടെ നടന്നു പോകാൻ അടുത്ത് അനുവദിച്ച് രണ്ടുപേരും അവരവരുടെ വഴിക്ക് പോകാനിടയായി. And one person went over the other fellow. Both went their ways. സിയോനിലേക്ക് പോകുന്നവരുടെ ഏറ്റവും സവിശേഷ സ്വഭാവമാണ്, സ്വർഗ്ഗത്തിൽ പോകുന്ന ഗുണമാണ് താഴ്മ. And humility, the nature of those who like to go to Zion. പൗലോസ് സിയോനെ കുറിച്ചൊന്നും പാട്ടെഴുതിയിട്ടില്ല. And Paul did not write about Zion. പക്ഷേ അവൻ ഇപ്രകാരം പറഞ്ഞു, ഞാൻ വിശുദ്ധന്മാരിൽ ഏറ്റവും ചെറിയവനാണ്. I am least among the saints. ഭൂമിയിൽ നിന്ന് ഉള്ള ഒന്നാമത്തെ മനുഷ്യൻ അവൻ
ഭൂമിയിൽ നിന്നുള്ളവൻ ഒന്നാമത്തവനാകാനാണ് ആഗ്രഹിക്കുന്നത്. And he wanted to be first among the men of this world. എന്നാൽ സ്വർഗ്ഗത്തിൽ നിന്നുള്ളവൻ രണ്ടാം മനുഷ്യനായി രണ്ടാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടുവാൻ തയ്യാറാണ്. But the one who came from heaven, he wanted to be, he was satisfied to be the second man. നെൽസൺ മണ്ടേല, Nelson Mandela, ദക്ഷിണാഫ്രിക്കയുടെ മുൻ പ്രസിഡന്റാണ്, former president of South Africa. നോബൽ സമ്മാനം വാങ്ങിയ ആളാണ്. He received the Nobel Prize. താൻ ഒരു വാചകം ഇങ്ങനെ പറയുകയുണ്ടായി, He made a sentence, മറ്റുള്ളവരെ മുൻപിൽ നിർത്തി നീ പിന്നിൽ നിന്ന് നയിക്കുക. and you set others front before you and you lead them from behind. മറ്റുള്ളവർക്ക് തോന്നട്ടെ അവരാണ് മുമ്പിലെന്ന് തോന്നിക്കോട്ടെ. Let them think that they are in the forefront. ഇങ്ങനെ ചെയ്യുവാൻ നാം തയ്യാറാകാതെ എങ്ങനെ യേശുവിനോടുകൂടെ സിയോനിൽ നിൽക്കും? Unless you are not prepared, how can you stand with him in Zion? പൗലോസ് സിയോനെ കുറിച്ച് പുസ്തകമൊന്നും എഴുതിയിട്ടില്ല. Paul did not write a book about Zion. അവൻ പറഞ്ഞു ഓരോരുത്തരും മറ്റുള്ളവർ തങ്ങളെക്കാൾ ശ്രേഷ്ഠനെന്നട്ടെ. Let each man esteem the other better than themselves. സ്വർഗ്ഗത്തിലേക്ക് പോകുമെന്ന പാട്ടുപാടി സന്തോഷിക്കുന്ന ദൈവജനമേ, Dear people of God, those who rejoice that you'll go to Zion. ഈ പെന്തക്കോസ്തിലുള്ള സകല മനുഷ്യരും എന്നെക്കാൾ ശ്രേഷ്ഠരാണെന്ന ഒരു ചിന്ത വരുന്നതുവരെയും നാം അവിടേക്ക് പോവാൻ ഒരുങ്ങിയിട്ടില്ല. And you are not ready unless you think that others are better than yourself. ഹൃദയത്തിൽ സ്വർഗ്ഗമുള്ളവന് ഏത് സീറ്റ് കിട്ടിയാൽ എന്താ? If a person has a heart, a Zion in heart, whatever be the seat, what will it bother him? സ്വീഡനിൽ ഒരു ക്രിസ്തീയ പള്ളിയിൽ ആരാധന ആരംഭിക്കുകയായിരുന്നു. In a Christian congregation in Sweden, a worship ഒരു started. സാധാരണ വേഷം ധരിച്ച ഒരു മനുഷ്യൻ ഏറ്റവും മുമ്പിലെ സീറ്റ് വന്നവിടെ ഇരുന്നു. A man in a common dress, he sat in the fore. അത് കഴിഞ്ഞ് അവർ പ്രൗഢി വിളിച്ചറിയിക്കുന്ന വേഷഭൂഷാദികളോടെ ഒരു സ്ത്രീ അങ്ങോട്ട് വന്നു. And another lady appeared in very attire. അവൾ നോക്കിയപ്പോൾ അവൾ സാധാരണ ഇരിക്കുന്ന സ്ഥിര സീറ്റിൽ ഒരു സാധാരണക്കാരൻ കയറിയിരിക്കുന്നു. And in that seat that she used to sit, a common man was sitting. അങ്ങോട്ട് എന്നാ തട്ടിക്കയറി, ഇവിടെ ഇരിക്കാൻ ആരാ പറഞ്ഞത്? ഞാൻ അവിടെ സ്ഥിരമായിട്ടിരിക്കുന്നത്. And she approached him. Who told you to sit here? I am the one who usually sits here. അദ്ദേഹം എഴുന്നേറ്റ് സോറി എന്ന് പറഞ്ഞിട്ട് And he just went, apologized and went away. ആ സാധാരണ മനുഷ്യൻ ആരായിരുന്നു അറിയാമോ? Who was that ordinary man? സ്വീഡനിലെ രാജാവ് ഓസ്കർ ആയിരുന്നു. And he was King Oscar of Sweden. ഈ രാജാവ് എന്ന് പറയുന്നത് രാജകീയ സ്വഭാവം കൊണ്ടല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല. Even the king himself says it is only by the royal character. കുടുംബത്തിൽ നിന്ന് രാജാവാകുന്നവന് രാജകീയ സ്വഭാവം കാണും. And he has a royal character from a royal family. കുസ്തിയും പഠിച്ചിട്ട് രാജാവാകുന്നവന്റെ സ്വഭാവം ആ തരത്തിലുമായി. One who has just 10th standard and another wrestling, his nature will be like that manner. സ്വർഗ്ഗമുള്ളവൻ ഏത് സീറ്റിൽ ഇരുന്നാൽ എന്താ? If you have a Zion in your heart, whatever be your seat, what is it? സ്വർഗ്ഗത്തിലേക്ക് പോകാൻ ഒരുങ്ങുന്നവൻ ദൈവേഷ്ടം നിറവേറുന്നതിൽ ആനന്ദമുള്ളവനായിരിക്കും. And he should be rejoicing so that the will of God will be fulfilled in your life. യേശു പറഞ്ഞു, കർത്താവേ കർത്താവ് എന്ന് വിളിക്കുന്ന ഏവനുമല്ല സ്വർഗ്ഗസ്ഥനായ പിതാവിന് ഇഷ്ടം ചെയ്യുന്നവനാണ് അവിടെ കിടക്കുന്നത്. And not everyone who calls me Lord, Lord, but one who does the will of God in heaven. പ്രാർത്ഥന എപ്പോഴും എന്താണ്? കർത്താവേ നിന്റെ ഇഷ്ടം മാത്രമാണ്. And their prayer, oh Lord, only your will. എത്ര നന്മയായാലും എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് വേണ്ടായേ. Whatever be the goodness, only your will. മാത്രം നിറവേറട്ടെ. Only your will. ദൈവമായ അവസരങ്ങൾ മാത്രം മതി. Only the opportunities given by ദൈവമായ God. നേട്ടങ്ങളും നന്മകളും മാത്രം മതി. Only the achievements and blessings according to the will of God. ശുശ്രൂഷയിൽ സമസ്ത മേഖലകളിലും ദൈവേഷ്ടം മാത്രം നിറവേറട്ടെന്ന് പറയുന്നതാണ് സ്വർഗ്ഗത്തിലേക്ക് പോകുന്നവരുടെ ലക്ഷണം. In all the aspects of life, only the will of God. That is the character of those who go to heaven. അങ്ങനെയുള്ളവര് എത്ര കഷ്ടവും നഷ്ടവും വന്നാലും മരണം നേരിട്ടാൽ പോലും ദൈവേഷ്ടം നിറവേറി എന്ന് പറയുവാൻ പ്രാപ്തരായി. Whatever will be the troubling of suffering, or even if death, they would say, only the will of God should be accomplished in my life. നമ്മുടെ ഇടയിൽ ഒരു തെറ്റിദ്ധാരണ. We have a misunderstanding. ദൈവിക രോഗശാന്തിക്കായി നിൽക്കുന്നവൻ ഏതോ ഒരു വലിയ യോഗ്യനാണ്. And one person who is standing for divine healing, he is a worthy man. ദൈവരോഗശാന്തിക്കായിട്ട് നിൽക്കുന്ന ആളെ സൗഖ്യമാക്കേണ്ടത് ദൈവത്തിന്റെ ഡ്യൂട്ടിയാണ്. Oh, it is the obligation of God to heal that person who is standing for divine healing. നമ്മുടെ ആളുകൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ രോഗശാന്തിയെ പിടിച്ചു നിൽക്കുകയാണ്, മാനിക്കണേ കർത്താവേ മാനിക്കണേ. Oh Lord, you honor him. He is standing forth in that divine healing. You should honor him. എന്റെ പ്രിയ സഹോദരങ്ങളെ, രക്തസാക്ഷികളുടെ പുസ്തകമൊക്കെ ഒന്ന് ഓടിച്ചൊന്ന് വായിച്ചു നോക്കിയാൽ ഇരുന്ന് വായിക്കരുത്, ഹാർട്ട് ഫെയിൽ ആവും. And oh beloved ones, just read that book of martyrs. കർത്താവിന് വേണ്ടി ഒരു വിടുതലും കിട്ടാതെ ജീവനെ വെടിഞ്ഞ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങൾ. Hundreds of thousands of people who lost their life because of Christ. എനിക്ക് ലോകത്തിലെ ഒരു സഹായം വേണ്ട, കർത്താവ് സൗഖ്യമാക്കാൻ മതിയെന്ന് പറഞ്ഞ് നിൽക്കുന്നവനെ സൗഖ്യമാക്കാൻ അവകാശവും ജീവന്റെ അവകാശവും സൃഷ്ടാവിനുള്ളതാണ്. And the right to heal and the right to life is rests with the Creator.
കർത്താവേ, രോഗശാന്തിക്കായി നിന്നിട്ട് സുഖമായില്ലെങ്കിൽ മറ്റുള്ള നിന്റെ നാമം നിന്ദിക്കപ്പെടും പോലെ നിനക്കാണ് എത്ര ദണ്ണം, തമ്പുരാനില്ലാത്ത ദണ്ണം എന്തിനാ? And why are you perturbed about such things, with things which the Lord is not bothered about? രോഗശാന്തിക്കായി നിന്ന് ഞാൻ മരിക്കുന്നതിനാൽ ആ രോഗശാന്തിക്ക് മരിച്ചുപോയി നാട്ടുകാർ ചീത്ത പറയുന്നതിന് നമുക്കെന്താ ഇത്ര വിഷമം? തമ്പുരാനില്ലാത്ത വിഷമം നമുക്ക് വേണ്ട. Why should we be bothered if he passes away because of standing in divine healing? ഞാൻ പറയട്ടെ, രോഗശാന്തി ഉപദേശം കേൾക്കുന്ന ദൈവമക്കളെ, Beloved ones, those who have the doctrine of divine healing, ഏറ്റവും നല്ല കാര്യമാണ്. and it is a good thing that you have a decision to കർത്താവിനെ stand. എടുക്കപ്പെടണമെങ്കിൽ രോഗശാന്തി വിശ്വാസം അനുഭവിച്ചിരിക്കണം. And if you have to be caught up in the coming of the Lord, you should stand in പക്ഷേ divine ഒരു healing. കാര്യം ഓർത്തുകൊള്ളണം, One thing you should keep in mind: വിടുവിക്കാനോ വിടുവിക്കാതിരിക്കാനോ ദൈവ ഇഷ്ടം നിറവേറുന്നതിൽ ആനന്ദിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ മാത്രമേ അതിൽ നിൽക്കാവൂ. And only if you find rejoicing in that God has the power to deliver and the power not to deliver, if you have this thought, you should stand. സൗഖ്യം ഉണ്ടായാൽ ഞാൻ സ്തോത്രം ചെയ്യും, മരണം വന്നാലും ഞാൻ സ്തോത്രം ചെയ്യും. If I have healing, I will praise God. If I die, then also I will praise Him. സൗഖ്യമായി കിടക്ക എഴുന്നേറ്റാൽ ഞാൻ ചിരിച്ചുകൊണ്ട് എഴുന്നേൽക്കും, പാട്ടുപാടി എഴുന്നേൽക്കും. If I am healing and if I take my bed and walk, I will walk up rejoicing. അല്ല, എന്റെ കർത്താവിനോട് ചേരുകയാണ് കർത്താവ് വിധിക്കുന്നതെങ്കിൽ ഞാൻ പാട്ടുപാടി സന്തോഷിച്ച് കർത്താവിന്റെ മാറുപടി ഞാൻ ചായും. And else if I be caught up with Christ, happily I will go with Him. ഫാദർ ഡാമിയനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? We have heard about Father Damien. ഹവായി ദ്വീപുകളിൽ ഒന്നായ മൊളോക്കോയിലേക്ക് പോയ ഒരു മിഷണറി ആയിരുന്നു ഫാദർ ഡാമിയൻ. From Hawaii Islands, he went to Moloko as a missionary. 1860 താൻ ആ ദ്വീപിലേക്ക് പോകുമ്പോൾ അവിടെ ധാരാളം കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നു. In 1860, when he went, so many lepers were there. ആ കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കാൻ അവർക്ക് ആത്മീയ ശുശ്രൂഷകൾ ചെയ്യാൻ വേണ്ടി കൊണ്ടാണ് താൻ അവിടെ പോയത്. And he also had a spiritual ministry in mind. അവിടെ ചെന്ന ആ രോഗികളെ താൻ അത്യധികം ക്രിസ്തുവിനോട് സ്നേഹിച്ചു. And as he loved with increased as the love of Christ. രോഗികൾ വ്രണമുള്ള കൈകൊണ്ട് കൊടുക്കുന്ന ആഹാരം താൻ വാങ്ങി ഭക്ഷിച്ചു. And the food they gave with the swords in their hands, he അവരോട് ate. കൂടെ ജീവിച്ചു. കുഷ്ഠരോഗികളെ എല്ലാറ്റിനും എല്ലാമായി താൻ മാറി. And he lived among them, and he was all in all among them. അതിന്റെ ഫലം എന്തായിരുന്നോ? What was the fruit? ആ കുഷ്ഠരോഗം തന്നെയും പിടിച്ചു. And he also got that leprosy. 49ാമത്തെ വയസ്സിൽ താൻ മരിച്ചു. 49, he passed away. തന്റെ പ്രാർത്ഥന എന്തായിരുന്നോ? What was his prayer? ദൈവമേ, O ഈ God, ജനത്തോടുകൂടെ കഷ്ടനുഭവിപ്പാനുള്ളതായ സ്നേഹം നീ എനിക്ക് തരണമേ. O Lord, give me the love so that I can have the suffering with these people. അവരോടുകൂടെ കഷ്ടനുഭവിപ്പാൻ മാത്രമല്ല, കുഷ്ഠനുഭവിപ്പാനുള്ള സ്നേഹം കൊണ്ട് അവന്റെ ഹൃദയത്തിലേക്ക് ദൈവം കൊടുത്തു. Not only the suffering, but even for having the leprosy, God gave him the grace. അതിനായി തന്നെ ശക്തീകരിച്ചത് ആ കാൽവരി സ്നേഹമാണ്. It is the love of Calvary that strengthened him. ദൈവേഷ്ടം നിറവേറുന്നതിൽ ആനന്ദിക്കുന്നവരൊക്കെയാണ് സ്വർഗ്ഗരാജ്യത്തിലേക്ക് പോകാനുള്ള ഒരുക്കമുള്ളത്. And they are preparing to go to kingdom of heaven, those who rejoice in doing the will of God. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് 2 കൊരിന്ത്യർ 12:10. In 2 Corinthians 12:2-10, St. Paul says, ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം ഇവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. And I take pleasure in infirmities, in reproaches, in necessities, in persecutions, in distresses for Christ's sake. ഫിലിപ്പിയർ 2:17. In Philippians നിങ്ങളുടെ 2:17, വിശ്വാസമെന്ന ഉറപ്പിക്കുന്ന ശുശ്രൂഷയിൽ എന്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും. and even if I be offered upon the sacrifice and the service of your faith, I rejoice and joy. ജീവിതത്തിൽ ഏതെല്ലാം പ്രശ്നങ്ങൾ വന്നാലും മരണം വന്നാലും ദൈവേഷ്ടം നിറവേറുന്നതിൽ ആനന്ദിക്കുന്നവനാണ് സ്വർഗ്ഗത്തിലേക്ക് പോകാൻ ഒരുക്കമുള്ള. Only those who rejoice in doing the will of God, even if death comes, I am satisfied. അങ്ങനെ എത്രയോ വിശുദ്ധന്മാർ സിയോനിലേക്ക് പോയി കഴിഞ്ഞു, നമുക്ക് അവരുടെ പിന്നാലെ പോകാം. How many saints they have gone to Zion? Let us follow them. നിൻഹിതം ഇഹെ തികച്ചിടുവതിനായി പ്രാണനെ ത്യജിച്ച് നിന്നിൽ മറഞ്ഞവർ പോൽ. നിൻഹിതം തികച്ചിടുവതിനായി പ്രാണനെ ത്യജിച്ച് നിന്നിൽ മറഞ്ഞവർ പോൽ. നിന്നിഷ്ടം ചെയ്യുവാനായി എന്നെയും വിളിച്ചതിനാൽ, നിന്നിഷ്ടം ചെയ്യുവാനായി എന്നെയും വിളിച്ചതിനാൽ, എന്നെ നിൻ തിരുകരത്തിൽ സമർപ്പിക്കുന്നേ ഞാൻ മുറ്റുമായി. പ്രിയനെ നിൻ തിരുകരത്തിൽ സമർപ്പിക്കുന്നേ ഞാൻ മുറ്റുമായി. ഹല്ലേലൂയ. സ്വർഗത്തിലേക്കും
യെരുശലേമിലേക്കും സിയോനിലേക്കും പോകുന്നവർ, those who go to heaven, those who go to Zion, those who go to New അവർ Jerusalem, ദൈവ സാന്നിധ്യം കൊണ്ടു നടക്കുന്നവരായിരിക്കും. and they should have the presence of God with അങ്ങനെയുള്ളവർ God. എവിടെ പോയാൽ അവരോട് ദൈവ സാന്നിധ്യം ഉണ്ടായിരിക്കും. Wherever they might go, the presence of God will follow them. പ്രിയ ദൈവമക്കളെ, Beloved children of God, ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? are you able to experience the presence of God? ചില ആളുകൾ പറയും, ഓ കൺവെൻഷനോ ഈ പ്രാവശ്യം പന്തലം നിറച്ച ആളായിരുന്നു, And this convention, the pandal was full of people. ഭയങ്കര അനുഗ്രഹമായിരുന്നു, ഭയങ്കര ദൈവ സാന്നിധ്യമായിരുന്നു. They say a great blessing, a great presence of God. ആയിരക്കണക്കിന് ആൾ കൂടുന്നതാണ് ദൈവ സാന്നിധ്യം. Is it the presence of God? Is it in if thousands are gathered? എന്നാൽ ഇത് യഥാർത്ഥ ദൈവത്തോട് എന്ത് പറയും? And a true child of God, what will he say? ഭർത്താവ് ജോലിക്ക് പോയി, And my husband, he went to മക്കളെ work. സ്കൂളിൽ പോയി, The children are in the school. ഞാൻ എന്റെ ഹൃദയഭാരമായി ദൈവസന്നിധിയിൽ ഞാൻ മുഴങ്കാൽ മടക്കി. With the burden of my heart, I bowed my knees in the presence of ഞാൻ God. കരഞ്ഞ എന്റെ ദുഃഖങ്ങളെല്ലാം എന്റെ കർത്താവിന്റെ പാദപീഠത്തിൽ വെച്ചു. I cried and kept all my burdens upon the feet of Christ. കർത്താവിന്റെ സാന്നിധ്യം എനിക്ക് അനുഭവപ്പെട്ടു. I experienced the presence of അവന്റെ my ആശ്വാസം എനിക്ക് God. അനുഭവപ്പെട്ടു. I experienced His consolation. ദൈവ സാന്നിധ്യം പാട്ടുപാടുമ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നതല്ല. It is not that if we sing that you will receive the presence of God. ചില ആളുകൾ തെറ്റിദ്ധാരണയുണ്ട്, ഈ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വാട്സ് സൗണ്ട് ഒക്കെ വെക്കുന്നതാണ് ദൈവ സാന്നിധ്യം ഉണ്ടാക്കിയെടുക്കുക. Some misunderstanding, if we have good amplifiers, the presence of God will be there. ചില പറയാം, നമുക്ക് എല്ലാവരും പാട്ടുപാടി കൈയടിച്ച് ഉറക്കപ്പാടി നമുക്കൊരു ദൈവ സാന്നിധ്യം ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. And they say we should create the presence of God. നിങ്ങൾക്ക് എനിക്ക് ദൈവ സാന്നിധ്യം ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല. We cannot create the presence of ദൈവം God. എവിടെ വരുന്നോ അവിടെ ദൈവ സാന്നിധ്യമുണ്ട്. Where God comes, we have the presence of ദൈവം God. ആരോട് കൂടെ ഇരിക്കുന്നുവോ അവനോട് ദൈവ സാന്നിധ്യമുണ്ട്. And where God is, we have the presence of God. ഒരു മാർത്തോമക്കാരൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു, A Marthomite, he said to me, ഞാൻ പട്ടാളത്തിൽ ജോലിയായി, I was in the military. ഞാൻ പെന്തക്കോസ്തുകാരെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെട്ട വിധം ഞാൻ പറയാം. And I did not know any Pentecostal people. This is how I met them എനിക്കൊരു first. പ്രാർത്ഥനയുടെ ആവശ്യം വന്നു. I had a request for ഞാൻ prayer. പലരോടും ചോദിച്ചു, ഇവിടെ ഈ പ്രാർത്ഥിക്കുന്ന എവിടെയെങ്കിലും കൺവെൻഷനോ ഉണ്ടോ, എനിക്കൊന്ന് അച്ഛന്മാരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ പാസ്റ്റർമാരോ എനിക്കൊന്ന് പ്രാർത്ഥിപ്പിക്കണം. I asked so many people if there are any praying people, priests or evangelists. ആരോ പറഞ്ഞനുസരിച്ച് അവിടെ കൺവെൻഷൻ നടക്കുന്നിടത്ത് ഞാൻ പോയി. And according to their guiding, I went to a place where ഞാൻ convention. പറഞ്ഞു, ആരോ പറഞ്ഞാൽ ആ മുറിയിൽ ഒരു പാസ്റ്റർ ഉണ്ട്, അങ്ങോട്ട് ചെന്ന് അദ്ദേഹം പ്രാർത്ഥിക്കും. And one person in that room, there is a pastor. You go there, he will pray. ഞാൻ ആ മുറിയുടെ വാതിൽക്കൽ ചെന്ന് ഇങ്ങനെ നിന്നു. And I stood at the door of that room. അപ്പോൾ എനിക്ക് ഈ പാസ്റ്റർമാരെ കണ്ടൊന്നും വലിയ പരിചയമൊന്നുമില്ല. എങ്ങനെയാ മാനേഴ്സ് ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. തൊഴുതൊണ്ടിയല്ലോ, കുനിഞ്ഞല്ലോ, പാദം തൊടണോ, കൈമുത്തണോ, എനിക്കൊന്നും അറിയാൻ വയ്യ. And I do not know how to behave with the pastors. അപ്പോൾ അകത്ത് ഒരു 5-6 പേരുണ്ട്. അപ്പൊ അവരെങ്ങനെയാണ് പാസ്റ്റർ ഇടപെടുന്നത് കാണാൻ വേണ്ടി ഞാൻ ഇങ്ങനെ എത്തി നോക്കിക്കൊണ്ടിരിക്കുക. And I was looking how they are dealing with the pastor. I looked intently. ഒരു കൊച്ചു മനുഷ്യൻ, A little man. അത് പാസ്റ്റർ ഫ്രെഡി ആയിരുന്നു. നിങ്ങൾ കണ്ടിട്ടുള്ളവർക്ക് അറിയാം. You might have seen Pastor Freddy. അദ്ദേഹം അവിടെ ഈ 5-8 പേര് അദ്ദേഹത്തോട് അവിടെ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു. And some 5 or 8 people, they were sharing their problems with him. ഇതെല്ലാം പറഞ്ഞു തീർന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, And after they had mentioned, he said, സൗമ്യമായ ശബ്ദത്തിൽ ശാന്തമായി നമുക്ക് പ്രാർത്ഥിക്കാം. and with much meekness he said, shall we pray? എന്റെ പൊന്നു പാസ്റ്ററെ, ഞാൻ My beloved, എന്റെ ഈ കണ്ണോട് നോക്കിക്കൊണ്ടിരിക്കുക. my beloved pastor, with mine eye I was seeing. നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് ആ പാസ്റ്റർ പറഞ്ഞ വേളയിൽ ആ മുറി മുഴുവനും വെളിച്ചം കൊണ്ട് തേജസ് കൊണ്ട് പ്രകാശിച്ചു. Just as he mentioned, shall we pray, the whole room was filled with light. ടിപിയിലെ പാസ്റ്റർമാരെ ആരും എന്നെ കാണിച്ചൊന്നും പറഞ്ഞു പഠിപ്പിച്ചതല്ല, ഇങ്ങരാചാര അവരെ പരിചയപ്പെട്ടു. And this is how I first met the pastors. ദൈവസ്ഥാനത്തുള്ള മനുഷ്യൻ അങ്ങനെയാണ്. And he is the man who has the presence of God. കുഞ്ഞു പേരുള്ള ഒരു മനുഷ്യൻ വെടിമരുന്നിന് തീ പിടിച്ച് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. And because of some gunpowder, he lost his eyesight. 3-6 കൺവെൻഷൻ നടക്കുമ്പോൾ തന്നെ അവിടെ കൊണ്ടുപോയി. And in the Munnar convention, he was sent there. ആരോ പറഞ്ഞു, ഒരു പാസ്റ്റർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വരുന്നുണ്ട്. Someone said, someone pastor will pray. കാഴ്ചയില്ലാതെ ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. And without my eyesight, I was sitting. പാസ്റ്റർ വരും പ്രാർത്ഥിക്കും, ഞാൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. I was waiting for the pastor ഞാൻ to അങ്ങനെ come. ഇരിക്കുമ്പോൾ And as I was sitting, പെട്ടെന്ന് എന്റെ ശരീരം ചൂട് പിടിക്കുന്നു. suddenly my heat developed in my body. ദൂരെ നിന്ന് ഒരു തീ കുണ്ടം അടുത്ത് വരുന്നത് എനിക്ക് തോന്നുന്നു. I saw a ball of fire coming to me. ആ തീക്കുണ്ടം അടുത്തടുത്ത് വരികയാണ്. And it was coming nearer. എന്റെ ചൂട് വർദ്ധിക്കുന്നു. And the heat increased. സഹിക്കാൻ വയ്യാതെയായി. And unbearable. അവസാനം ആ തീ എന്റെ തലയിലോട്ട് വീണു. Finally that fire fell upon my head. എന്താണെന്നറിയാമോ? What was it?
പാസ്റ്റർ എസി തോമസ് നടന്നു എന്ന് അദ്ദേഹത്തിന് തലയെ കൈവയ്ക്കുന്ന നിമിഷമായിരുന്നു. And it was the moment Pastor Paul and Pastor A.C. Thomas, they put their hands upon his കാഴ്ചയില്ലാത്ത head. മനുഷ്യൻ വരുന്ന വിശുദ്ധനെ ദൂരെ നിറഞ്ഞത് എങ്ങനെയാണ്? And this is how he identified the approach of the saints. ശരീരത്തിൽ അറിഞ്ഞു. In the body he came to know. അതാണ് ദൈവ സാന്നിധ്യം. That's the presence of God. കൈവച്ചപ്പോൾ തീക്കുണ്ടം തലേ വീണു, തന്റെ കണ്ണിന് കാഴ്ച. The ball of fire fell upon his head. സ്നാനപ്പെട്ട് നമ്മുടെ ഒരു വിശ്വാസിയായിട്ട് മാറി. And he has baptized, he's our believer. ടി.യു. തോമസിന്റെ അടക്കാരാധനയിൽ In the funeral service of Pastor T.U. Thomas, ടി.ജി.എസ്. ദിനകരന്റെ കുടുംബാംഗങ്ങൾ വന്ന് ഇങ്ങനെ സാക്ഷ്യം പറഞ്ഞു. relatives of D.J.S. Dinagaran came. അദ്ദേഹം ഞങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ When he used to come to our house, ദൈവ സാന്നിധ്യം ഞങ്ങളുടെ വീട്ടിലേക്ക് വരുമായിരുന്നു. it was as if the presence of God came, യേശു വന്നതുപോലെ തോന്നുമായിരുന്നു. as if Jesus came. അദ്ദേഹം പ്രാർത്ഥിച്ചിറങ്ങി പോകുമ്പോൾ When he prayed and departed, അങ്ങനെ ദൈവ സാന്നിധ്യം അങ്ങനെ അകന്നു പോകുന്നത് പോലെ എനിക്ക് തോന്നി. also we felt as if the presence of God departed. സ്വർഗ്ഗത്തിലേക്ക് പോകുന്നവൻ ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കുന്നവനായിരിക്കും. One who goes to heaven, he lives in the presence of ഞാൻ God. പറയട്ടെ, അതിന് വളരെ സൂക്ഷിച്ച് ജീവിച്ചേ കഴിയൂ. You have to live very carefully. നിങ്ങളുടെ മടിയിൽ ഒരു 10 മുട്ടകൾ കൊണ്ടു നടന്നാൽ എത്ര സൂക്ഷിച്ച് നിങ്ങൾ നടക്കേണ്ടി വരും? If you have 10 eggs in your lap, how much careful will you be? നമ്മുടെ പ്രവൃത്തി, നമ്മുടെ ഇടപെടൽ, നമ്മുടെ വാക്ക്, നമ്മുടെ ചിന്ത എല്ലാം അങ്ങനെ കാത്തങ്കില് ദൈവ സാന്നിധ്യം നമ്മോടുകൂടി ഇരിക്കുകയോ. Our actions, our dealings, our deeds, our words, only if we preserve them, we can have the presence of God. ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ട, If because of some error we lose the presence of God, നഷ്ടപ്പെട്ടതായി നമുക്ക് ബോധ്യപ്പെട്ട് അനുദപിച്ചാൽ കർത്താവ് ക്ഷമിക്കുകയും ആ സാന്നിധ്യം നമുക്ക് വീണ്ടും ലഭിക്കുകയും. once we repent, God will also forgive us and He will forsake us. മറ്റുള്ളവർക്ക് വേണ്ടി കരുതുന്നത് സ്വർഗ്ഗത്തിലേക്ക് പോകുന്നൊരു സ്വഭാവമാണ്. And to care for others, it is a nature, good character of those who go to heaven. യോഹന്നാൻ 3:17 In 1 John 3:17, ഈ ലോകത്ത് വസ്തുവകയുള്ളവൻ തന്റെ സഹോദരന് മുട്ടുള്ളത് കണ്ടിട്ട് അവനോട് മനസ്സലിവ് കാണിക്കാഞ്ഞാൽ ദൈവസ്നേഹം അവനിൽ എങ്ങനെ വസിക്കും? and whoso hath this world's goods and seeth his brother have need and shutteth up his bowels of compassion, how dwelleth the love of God in him? സൗകര്യവും പണവും ഒക്കെ ഉള്ളവൻ വേറൊരാളെ ബുദ്ധിമുട്ടിൽ അവനെ മനസ്സലിയുന്നവനാണ്. അവൻ ആ സ്വർഗ്ഗത്തിലേക്ക് പോകുന്നവന്റെ ലക്ഷണം അതാണ്. And that is the character of those who go to heaven, who have the bowels of compassion. യാക്കോബ് 1:27 In James chapter 1:27, പിതാവായ ദൈവത്തിന് മുൻപാകെ ശുദ്ധവും നിർമ്മലമായ ഭക്തിയോ, and what is godliness in the presence of God? അനാഥരെ വിധവമാരെ അവിടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതാണ്. To visit the fatherless and widows in their affliction. ദൈവമക്കൾക്ക് ഒരു വലിയ പ്രത്യേകതയുണ്ട്, പ്രത്യേകിച്ച് ടിപിഎംകാർക്ക്. And we people of God, we have a speciality, ദൈവത്തിന് പേരേക്ക് എത്ര വേണേലും കൊടുക്കും. and they give to the ministry of God. ഈ അടുത്ത കാലത്ത് ഒരാൾ തൃശ്ശൂർ വന്ന ഒരു പ്രസംഗം പറയും. And in the recent past, one came to Thrissur and gave a message. കൊടുക്കുന്ന കാര്യം പറഞ്ഞിട്ട് പറയുകയാണ്, ടിപിഎംകാർ അതിൽ വളരെ മുമ്പാണ്. And TPM people are foremost among them in giving. ടിപിഎംകാര് ദൈവത്തിന് പേരേക്ക് നല്ലതുപോലെ കൊടുക്കും, അതുപോലെ ഒരു സഭക്കാരും കൊടുക്കും. They give abundantly for the ministry. അതെ, ഞാനും അതിൽ നിങ്ങളെ അഭിനന്ദിക്കുകയും. Yes, I would like to. എന്നാൽ ദൈവത്തിന്റെ വേലയ്ക്കും വേലക്കാർക്കും മാത്രം കൊടുക്കുന്ന ചില ആളുകളുണ്ട്. സഹവിശ്വാസിക്ക് എത്ര കഷ്ടപ്പാട് വന്നാലും കൊടുക്കത്തില്ല. There are certain believers, they give to God and to the ministry of God. They don't give to the co-believers. സുവിശേഷ വേലക്കാർക്ക് വേലയ്ക്ക് മാത്രം കൊടുത്താൽ പോരാ, ദരിദ്രന് കഷ്ടപ്പെടുന്ന വിശ്വാസികളെ തേടിപ്പിടിച്ച് എന്ന നിന്റെ സഹായം പങ്കിടണം. Not only to the servants of God and to the ministry of God, even to the people who are in need, you have to go. ഭൂമിയിൽ സ്വർഗ്ഗമായി മാറിയവർ ഇവർക്ക് മാത്രമല്ല എല്ലാവർക്കും നന്മ ചെയ്യുന്നവരായിരിക്കും. And those who will be transformed as heaven in this earth, they will do good to all. എന്തുകൊണ്ടെന്നാൽ സിയോൻ സർവ്വഭൂമിയുടെ ആനന്ദമാകുന്നു. Zion is the joy of the whole earth. മത്തായി 5:45 വായിക്കുന്നത് പോലെ, In Matthew 5:45, we read, പിതാവായ ദൈവം നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും മഴ പെയ്ച്ച് രണ്ടു കൂട്ടർക്കും ദുഷ്ടന്മാരുടെ മേൽ പോലും സൂര്യനെ ഉദിപ്പിക്കുന്നു. and you know that Father in heaven, He maketh the sun to rise on the evil and on the good. സ്വർഗ്ഗത്തിലേക്ക് സിയോനിലേക്ക് യെരൂശലേമിലേക്ക് പോകുന്നവരെ മറ്റുള്ളവരെ കരുതുന്ന സ്വഭാവം നമ്മൾ ഉരുവായി വരുന്നുണ്ട്. And is that nature so that you care for others? Is it being formed in you? ദേശത്ത് ഒരു പ്രകൃതിക്ഷോഭം ഉണ്ടായാൽ, There was a natural calamity in the land. സുനാമി ഉണ്ടായാൽ, ഭൂകമ്പം ഉണ്ടായാൽ, If some tsunami or an earthquake, അതെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ദുരന്തം സംഭവിച്ചാൽ, if some catastrophe comes, അവിടെ ആദ്യം ഓടിച്ചില്ലെന്ന ഒരു പെന്തക്കോസ്തുണ്ട്, അവൻ സ്വർഗ്ഗത്തിൽ പോകാനുള്ളവനാണ്. and a Pentecostal, if he runs to that place, he will go to heaven. അവിടെ ഒരു സഹായത്തിന് കരവുമായിട്ട് സുവിശേഷ വേലക്കാരൻ സിയോനിലേക്ക് പോകാനുള്ള വ്യക്തിയാണ്. And the children of God also, they will go to Zion. നമ്മുടെ ലഭിക്കുന്നതായ ധനം നമ്മുടെ കുടുംബത്തിന്റെ മതിലിന് ചുറ്റും, നമ്മുടെ പെയ്ത്തോമിന്റെ ചുവരിന് ചുറ്റും മാത്രം ചെലവഴിക്കുന്നവൻ
സ്വർഗ്ഗത്തിൽ പോകുന്നവനോ സിയോനിൽ പോകുന്നവനോ അല്ല എന്ന് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. I would like to say those who have the money only for this good people of God and the ministry, he is not a person who will go to ചിലർ heaven. പറയും രക്ഷിക്കപ്പെടാത്തവർ കൊടുത്തിട്ട് എന്നാ കോണമെന്ന്. They say if we go to the unsaved, what use? ദൈവസ്നേഹം എന്നത് എന്താ? What is the love of God? രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാണോ യേശു നമുക്ക് വേണ്ടി മരിച്ചത്? And after we have saved, did Jesus die for us? കർത്താവേ നിനക്കാ ജീവിക്കാവുന്ന നമ്മൾ ഉടമ്പടി എഴുതി കൊടുത്തു കഴിഞ്ഞാണ് കർത്താവ് സ്വർഗ്ഗം വിട്ട് താഴേക്ക് വന്നത്. After we wrote an agreement that I will live for Christ, did he come down? പാപികളായിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി മരിച്ച സ്നേഹം എന്തെന്ന് പ്രദർശിച്ചു. Christ, while we were yet sinners, he died for the unjust. 1104 തെക്കൻ തിരുവിതാംകൂറിൽ കോളറ പടർന്നു പിടിച്ചു. In 1104 in southern Travancore there was an epidemic of cholera. മർത്തോമായിലെ സാധു കൊച്ചുദേശിയുടെ പ്രവർത്തന കാലമായിരുന്നു. And Marthoma Sadhu Kuchugunya evangelist, he was the minister. അക്കാലങ്ങളിൽ ഓരോ വീട്ടിലും 3-4 പേര് മരിച്ചുകൊണ്ടിരുന്നു. Some 3 or 4 people used to die in every house. മരിച്ചു കിടക്കുന്ന അമ്മമാരുടെ മാർവിൽ പാൽ കുടിക്കുവാൻ ശ്രമിക്കുന്ന ശിശുക്കൾ ഹൃദയം പിളർക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. And it was a heart-rending sight, the infants, the newborns clinging onto the mothers. ഗവൺമെന്റ് ഡോക്ടർമാർ പോലും ആ രോഗം പകരുമെന്ന് ഭയന്ന് പിന്മാറി നിൽക്കുന്ന ഒരു സ്ഥിതിയായി. Even the government doctors, they were afraid to diagnose and to offer treatment. സാധു കൊച്ചുമുദേശി സഹപ്രവർത്തകർ എന്താണ് ചെയ്തതെന്നറിയാമോ? What did this evangelist Kuchugunya and his co-workers do? വീടുകൾ തോറും കയറി അവർ മരിച്ചവരെ സംസ്കരിച്ചു. And they buried the dead. രോഗികൾക്ക് മരുന്ന് കൊടുത്തു. They gave medicine to the ദരിദ്രർക്ക് ഭക്ഷണവും വസ്ത്രവും വിതരണം ചെയ്തു. and also to the poor and needy they അനാഥ fed. കുഞ്ഞുങ്ങളെ എടുത്ത് അനാഥാലയത്തിൽ കൊണ്ടുപോയി സംരക്ഷിച്ചു. And even the orphans, they were put up in the orphanages. അക്കാലങ്ങൾ ഉപദേശിയും സഹപ്രവർത്തകരും തെരുവിൽ കൂടെ നടന്നിട്ട് ഇങ്ങനെ വിളിച്ചു പറയുമായിരുന്നു. And they used to proclaim as they go to the streets. തായ് തന്തൈ ആ ഇരുന്നു പോന അനാഥ പിള്ളകൾ ഇരിക്കുമാ. And those who have lost their father and mother, will that child survive? ഉടുക്ക തുണിയില്ലാമലും കുടിക്ക കഞ്ചിയില്ലാമലും കഷ്ടപ്പെടുന്നവർ ഇരിപ്പീരുകളാ. And will you give to the people who have no clothes to wear and no food to eat? കർത്താവായ യേശുവിൻ നാമത്തിൽ വാരുங்கள். You come in the name of Jesus ഇങ്ങനെ Christ. പറഞ്ഞുകൊണ്ട് തെക്കൻ തിരുവിതാംകൂറിൽ തമിഴ് മേഖലകളിൽ റോഡിൽ കൂടെ നടക്കുമായിരുന്നു. They used to walk through the streets in southern Travancore. ഒരിക്കലെങ്കിലും ചെയ്യുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? And have you ever done like this? വിശ്വാസിയല്ലാത്തൊരു വ്യക്തിക്ക് ഒരു നന്മ ചെയ്യുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? Have you ever been able to do a good thing to the people who does not have faith? ഒരു വസ്ത്രം കൊടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? Have you ever been able to give a clothing? സഹായധനം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? Ever given money? അവിടെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ ഫീസ് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? Or have you borne the expense of the education? സ്വർഗ്ഗത്തിലേക്ക് പോകുവാൻ ഒരുങ്ങുന്നവരെ നമുക്ക് മറ്റുള്ളവരെ കരുതുന്ന സ്വഭാവം നമ്മൾ കാണപ്പെടട്ടെ. അതാണ് ഒരുക്കത്തിന്റെ സ്വഭാവ സവിശേഷത. And the preparation is that, the character that we care for the needy, for those in distress. സ്വർഗ്ഗത്തിലേക്ക് പോകുന്നവര് ചെയ്യുന്ന ഒരു പ്രത്യേക കാര്യം കൂടെ ഞാൻ പറയുകയാണ്. Another significant thing, those who go to heaven, അവിടെ നിക്ഷേപം അവർ മുഴുവൻ സ്വർഗ്ഗത്തിലേക്ക് മാറ്റിയിരിക്കും. and all their treasure is in heaven. വിദേശത്ത് ജോലിക്ക് പോയൊരു വ്യക്തി ആണെന്നിരിക്കട്ടെ, ജർമ്മനിയിൽ ജോലിക്ക് പോയിരിക്കുകയാണ്. For example, a person who has gone to Germany for work. പക്ഷെ അവിടെ സ്ഥിരതാമസമാക്കാൻ താല്പര്യമില്ല. He is not a permanent resident there. കേരളത്തിൽ കൊച്ചി വന്ന് താമസിക്കാനാണ് താല്പര്യം എന്ന് വെച്ചു. He has a desire to come and reside in Kochi. അവിടെ സമ്പാദിക്കുന്ന പണമെല്ലാം ഇവിടോട്ട് നിക്ഷേപിച്ചുകൊണ്ടിരിക്കും. And all the money he earns, he will treasure it കുറെ in പണമാകുമ്പോൾ അവിടെ അയച്ചു കൊടുത്ത് ഇവിടെ വസ്തു മേടിക്കും. And after he has some money, he will buy a property here. പിന്നെ കുറെ പണം ശേഖരിച്ചു വരുമ്പോൾ അതിനകത്തൊരു വീട് പണിയും. And he will build a house on that property. അത് കഴിഞ്ഞാൽ പിന്നെ പണമുള്ളത് അതിനടുത്ത് തന്റെ സഹോദരങ്ങൾ കൂടെ താമസിക്കാൻ ചില സൗകര്യം. Even for his brethren, he will make something a dwelling place. അങ്ങനെ ഇവിടെ വരുമ്പോൾ അടുത്ത് വരുമ്പോൾ ഇവിടെ ഉപയോഗിക്കാൻ ഒരു വാഹനം കൂടെ വാങ്ങിയിരിക്കും. And even he will purchase a vehicle for his use. വരുന്നതിന് മുൻപേ തന്റെ സാധന സാമഗ്രികളെല്ലാം അവരെ കപ്പലെ കയറ്റി ഇങ്ങോട്ട് അയച്ചിരിക്കും. And all the goods and things he will and ship it away. അതായത് പരമാവധി സമ്പാദിച്ചത് മുഴുവനും എവിടെ സ്ഥിരപാർക്കാൻ ആഗ്രഹിക്കും അവിടേക്ക് നേരത്തെ അയക്കുകയാണ്. Whatever he has earned, whatever he has gained, he will send it to the place where he wants to reside. മത്തായി 6:20. In Matthew 6:20. 19:21. In 19:21. സ്വർഗ്ഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകട്ടെ. And let your treasure be in heaven. സ്വർഗ്ഗത്തിൽ രണ്ട് വിധ നിക്ഷേപം സമ്പാദിക്കാൻ കഴിയും. And 2 ways you can have treasure in heaven. സുവിശേഷത്തിനായിട്ട് കൊടുത്തുകൊണ്ട്. By giving to the gospel. ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. Significantly. കൃപയുടെ വാതിൽ അടയാറായിരിക്കുകയാണ്. The door of this grace will be closed. അതിനു മുൻപ് ഒരു മനുഷ്യനെങ്കിലും നരകാക്കിന് വിടുവിക്കപ്പെടാൻ വേണ്ടി നമ്മുടെ സമ്പാദിച്ച പണം ചെലവഴിക്കുന്നവൻ അവൻ ഭാഗ്യവാൻ. Even if one person will be delivered, if you have that money for that he will be saved, you are fortunate. ഇന്ന് നമ്മൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും ഇന്ന് നമ്മൾ നടന്ന് ഇവിടുന്ന്
കാസർഗോട്ടിന് പോയാലും വേണ്ടതില്ല. ആ പണം ഒരാളെ രക്ഷയ്ക്കുതയെങ്കിൽ നമ്മൾ ഭാഗ്യവാന്മാർ. Even if you do not have the food, or even if you will have to walk up to Kasaragod, if that money so that other will be saved, it will be essential. Good. പ്രസംഗകരെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇങ്ങനെ ഒരു ഉദാഹരണം. You might have heard an example preached by the preachers. വ്യാപാരം എടുക്കൽ സുവിശേഷ പ്രവർത്തന ചെന്ന അവരൊരു മിഷന് വേണ്ടി സംഭാവന ചോദിച്ചു പോലും. And the ministers of God, they asked donation from a merchant. അദ്ദേഹം ഒരു ചെക്ക് എടുത്ത് $1,00,000 എഴുതി കൊടുത്തു. And $100,000 he wrote in a check. ഒരു സന്തോഷത്തോടെ നന്ദിയൊക്കെ പറഞ്ഞ് അവിടുന്ന് പുറപ്പെട്ടു. And they acknowledged and they returned. ഇവിടെ ചെന്ന് പെട്ടെന്ന് ആരോ തന്റെ അടിയന്തരമാണ് കാണാമെന്ന് അവിടെ സംസാരിച്ചു. And suddenly someone spoke to him. ഇവർ കുറെ മുൻപോട്ട് പോയപ്പോൾ കൈയിട്ട് വിളിച്ചു, ഇനി തിരിച്ചു വരാൻ പറഞ്ഞു. And he called them and beckoned them back. ചെന്നപ്പോൾ എഴുതി തന്നതായ ചെക്ക് തിരിച്ചു തരാൻ പറഞ്ഞു. He told you, please return the check that I have given. ഇവർ വിചാരിച്ചാണ് എന്തോ അത്യാഹിതം സംഭവിച്ചിട്ടുണ്ട്. And some emergency might have taken place. ഇത്രയും തുക തന്നത് അധികമായി എന്ന് വിചാരിച്ച് അത് എടുത്തിട്ട് കുറച്ചു തരാൻ വേണ്ടിയായിരിക്കും വിളിച്ചെന്ന് വിചാരിച്ചു. And they thought maybe the amount is more, so we would like to return. അദ്ദേഹം വേറൊരു ചെക്ക് എടുത്തിട്ട് 2,00,000 എഴുതി ഇങ്ങോട്ട് കൊടുത്തു. And he wrote another check for 200,000 and gave it to them. ഇതെന്താ ഇങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ They asked him, why is it so? ഈ വന്നവര് എന്ത് വാർത്തയായിട്ട് വന്നാന്നറിയാമോ? Do you know with what news they have come? എന്റെ ഒരു കപ്പൽ സാധാരണ സാമഗ്രികളുമായിട്ട് കടലിൽ മുങ്ങിപ്പോയി. One of my ships, it has been sunk. അപ്പോൾ ഞാൻ ചിന്തിച്ചു, and I thought, ഈ ലോകത്തിലെ സമ്പാദ്യമെല്ലാം നഷ്ടപ്പെടാനുള്ളതാണ്. all the treasures that I have, ഞാൻ it is to be ദൈവത്തിന് വേണ്ടി lost. കൊടുത്തത് മാത്രമേ സ്വർഗ്ഗത്തിൽ കാണുകയുള്ളൂ. Only what I give to heaven, it will be in eternity. അതുകൊണ്ടാണ് ഞാൻ അത് 1,00,000 എന്നുള്ള 2,00,000 ആക്കി മാറ്റി. That is why I made this 100,000 to 200,000. സ്വർഗ്ഗത്തിലേക്ക് പോകുന്നവരെ, Oh, you people who go to heaven, യാത്ര ചെയ്യുന്നവരെ, those who like to journey to നിക്ഷേപം Zion, എത്രത്തോളം അങ്ങോട്ട് മാറ്റം അത്രത്തോളം മാറ്റിക്കൊള്ളുക. and whatever be your treasure, you increase the amount. സുവിശേഷത്തിനായി എത്രയും ചെലവഴിക്കുക അത്രയും ചെലവഴിച്ചു കൊള്ളുക. How much you like to spend for the gospel, you spend. എല്ലാം അവിടെ ചെല്ലുമ്പോൾ ആ സ്വർഗീയ ബാങ്കിൽ സുരക്ഷിതമായിട്ടുണ്ടായിരിക്കും. And everything will be secure in the heavenly bank. മറ്റൊന്ന് ദരിദ്രർക്ക് കൊടുക്കുന്നത്, You അത് give to the സ്വർഗ്ഗത്തിൽ poor, നിക്ഷേപമായിട്ട് മാറും. and it will be a treasure in heaven. നമ്മുടെ ഇടയിൽ ഒരു പാസ്റ്ററോട് ഒരു വിശ്വാസി പ്രകാരം ചോദിച്ചു. And to a pastor, one believer asked, താങ്കൾ സാധുക്കൾക്കൊക്കെ ഒരുപാട് ഇങ്ങനെയൊക്കെ സഹായം ചെയ്യുന്നതായിട്ട് കേട്ടിട്ടുണ്ട്, എന്തിനാ ഇത്രയൊക്കെ കൊടുക്കുന്നു? and why you are giving to these poor people? പല ചെലവുകളൊക്കെ ഉണ്ടല്ലോ. And you have your own expenses. ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഞാൻ ഈ കൊടുക്കു മാത്രമേ അവിടെ കാണുകയുള്ളൂ. And if I reach the other shore, only what I have given will be ഈ there. വാക്ക് പറഞ്ഞു 1 വർഷം കഴിഞ്ഞപ്പോൾ താൻ ഈ ലോകം വിട്ട് കടന്നുപോയി. And he bid adieu to this world just a year after that. ഇന്ന് താൻ സ്വർഗ്ഗരായി ചെന്നപ്പോൾ താൻ ദരിദ്രർക്ക് കൊടുത്തത് തന്റെ ബാങ്കിലുണ്ട്. ബാക്കി ഇവിടെ കിടന്നതും പെട്ടിയിരുന്നതും ഒന്നും അവിടില്ല. Whatever he had given to the poor, it was there. But whatever he had treasured up in earth, it was not സുവിശേഷത്തിനായും there. ദരിദ്രർക്കായും കൊടുക്കുന്നത് സ്വർഗ്ഗത്തിലേക്ക് മാറ്റുന്ന നിക്ഷേപമാണെന്നുള്ളത് മറക്കാതിരിക്കുക. Whatever you give to the gospel and to the poor, it will be a treasure in heaven. അതുകൊണ്ട് വളരെ അത്യാവശ്യത്തിന് ഇവിടെ ചെലവഴിക്കാനുള്ളത് വച്ചിട്ട് ബാക്കിയെല്ലാം സ്വർഗ്ഗത്തിലേക്ക് മാറ്റിക്കൊള്ളുവി. നമ്മൾ താമസത്തിന് അവിടേക്ക് ചെല്ലാൻ പോകുക. Very soon we will reach the other shore, and you give it everything so that to the poor and to the needy. സ്വർഗ്ഗരാജ്യത്തിലേക്ക് പോകുന്നവർക്ക് ഉള്ള ഒരു വിഷയം കൊണ്ട് പറഞ്ഞതിന്റെ വാക്കുകൾ അവസാനം. One more character that is needed for the people who have to go to kingdom of heaven. അവർക്കൊരു ഹോം സിക്നസ് ഉണ്ട്. They have a home sickness. ആ ഒരു ഗൃഹാതുരത്വം എപ്പോഴും എന്റെ വീട് എന്നുള്ളൊരു ചിന്തമാണ്. Oh, my house. Home sickness. My house. എത്രയും പെട്ടെന്ന് എനിക്ക് എന്റെ വീട്ടിലെത്തണം. Very soon I will have to reach my house. എത്രയും പെട്ടെന്ന് എനിക്ക് എന്റെ നാട്ടിലെത്തണം. Very soon I have to reach my shore. ഇതാണ് അവിടെ ഊണിനും ഉറക്കത്തിലും ചിന്ത. And while they wake up and they sleep, they think it. അല്ലെങ്കിലും അങ്ങനെ തന്നെയല്ലേ? And even if it is not so, isn't it? ഗൾഫിലോ മറ്റൊരു രാജ്യങ്ങളിലോ നിങ്ങൾ ആരെങ്കിലും ജോലിക്ക് പോയിട്ട് വീട്ടിലേക്ക് വരാൻ ടിക്കറ്റ് എല്ലാം ഒന്ന് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചിന്ത മുഴുവൻ വീട് വീട് വീട്. And once you go to the foreign countries and once you book the ticket, your thoughts will be about your house. യാത്ര ചെയ്താലും എവിടെയോ ചിന്തിച്ചിങ്ങനെ മുഴുകിയിരിക്കും. And once you are journeying also, your thought is there. ഇവിടെ നമ്മുടെ ആരാധനയ്ക്കും ചില ആളുകൾ ഇങ്ങനെ ചിന്ത മുഴുകിയിരിക്കുന്നതായിരുന്നാ ഞാൻ വിചാരിക്കുന്നത്. I think even the people who have gathered here, your thoughts might be there. മറന്നവിടെ മനസ്സ് എവിടെയോ മുഴുകിയിരിക്കുകയാണ്. And if they forgetting their surroundings, their mind is somewhere else. ഈ ഭൂമിയെ കുറിച്ച് കണ്ടും കേട്ടും നടക്കുന്നവരല്ല.
They are not thinking about the things of this earth. എന്റെ ദേശം ഇതല്ല. This is not my എന്റെ land. ദേശം സ്വർഗമാണ്, പുതിയ യെരൂശലേമാണ്, സിയോനാണ് എന്ന് ഞാൻ ഇവിടെ എത്തിച്ചേരും. When will I reach my country? Heaven is my inheritance. Zion, New Jerusalem. When will I reach there? നാഗർ സാഹിബ് കുന്നംകുളത്ത് താമസിച്ച് സുവിശേഷ പ്രവർത്തനം നടത്തി. Foreign missionary Nagar, he went to Kunnamkulam. സാഹിബ് ഇവിടെ വന്ന മലയാളം പഠിച്ച് മലയാളത്തിൽ പാട്ടുകൾ, സുന്ദര പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. And he learnt Malayalam and also wrote songs in Malayalam. അദ്ദേഹം അങ്ങനെ കുന്നംകുളത്ത് താമസിച്ച് പ്രവർത്തിക്കവേ തന്നെ മൂത്ത മകൻ ഉദരരോഗം വന്ന് മരിച്ചു. And his elder daughter had dysentery and she died. ഏതോ ഒരു മനുഷ്യനെയും ദുഃഖിപ്പിക്കുന്ന, മടുപ്പിക്കുന്ന ഒരു സംഭവമാണ്. And it is something which discourages any man. പക്ഷേ ദുഃഖത്തിന് പകരം തന്റെ ഉള്ളിൽ പ്രത്യാശയാണ് നിറഞ്ഞത്. Instead of sorrow, he was filled with hope. അദ്ദേഹം സ്വർഗത്തെക്കുറിച്ച് ചിന്തിച്ചു. He thought about heaven. എന്റെ ജീവിത നിമിഷങ്ങൾ ഉരുളുന്ന രഥചക്രങ്ങളും പോലെ ഉരുണ്ട ഓരോ ദിവസവും എന്റെ സ്വർഗീയ നാടിനോട് അടുത്തുകൊണ്ടിരിക്കുന്നു. My life, my moments are as the wheels of a chariot. It is revolving and going towards ആ heaven. ചക്രങ്ങൾ അങ്ങനെ ഉരുണ്ട ഒടുവിൽ ആ നിത്യദേശത്ത് എത്തിച്ചേരുന്നത് വിശ്വാസ കണ്ണുകളാൽ കണ്ടപ്പോൾ താൻ ഒരു പാട്ടെഴുതി. And as the wheels revolve around and he saw that sight, he wrote a song. സമയമാൻ രഥത്തിൽ സ്വർഗയാത്ര ചെയ്യുന്നു. I journey to heaven in that chariot of time. നിങ്ങൾ ഏതെങ്കിലും പാട്ട് പുസ്തകം എടുത്ത് നോക്കുക, പ്രത്യാശാ ഗീതങ്ങളുടെ ആ ലിസ്റ്റിലെ പാട്ട് കാണുമോ? You take any hymn book, you can see it in that hymns of hope. പച്ച മലയാള ശവ സംസ്കാര ഗീതങ്ങൾ നേടിക്കൊടുത്ത് എഴുതിയേക്കുന്നത്. It is that funeral service songs. ആ വിശുദ്ധനെ ഇത് ചരമഗീതമായിട്ട് എഴുതിയതല്ല, പ്രത്യാശഗാനമായിട്ട് എഴുതിയത്. He wrote as a hymn of hope. ഭാരങ്ങൾ കൂടുന്നതിന് ഒന്നും വേണ്ട യാത്രയിൽ. And nothing there to increase the burden. അല്പം അപ്പം വിശപ്പിനും സ്വല്പ വെള്ളം ദാഹിക്കും. Sufficient bread and an amount of water. ലോകം വേണ്ട, എനിക്കൊന്നും വേണ്ട, നാഥന്റെ സന്നിധിയിൽ ചേർന്നാൽ മതി. Nothing in this world, nothing I need, only the presence of God. ആകെ ഒരല്പം നേരം മാത്രം. Only a little time. ആ യേശുവേ നിന്നെ ഞാൻ കാണും. Jesus, I will see you. യേശുവേ നിനക്ക് സ്തോത്രം. Oh Jesus, I thank you. ഞാൻ നിന്നെ കാണും. Very soon I will meet you. അതാണ് ഒരു സ്വർഗ്ഗത്തിലേക്ക് പോകാൻ ഒരുങ്ങുന്നവന്റെ ഒരു യഥാർത്ഥ നിലപാട്. That is the true condition of a man who prepares to go to heaven. അവനൊരു ഹോം സിക്നസ് ഉണ്ട്. എന്റെ വീട്, എന്റെ നാട്. Oh my land, my country, my home. He has a homesickness. ഞാൻ ഇവിടുത്തെ പൗരത്വം എടുത്തതേ ഉള്ളൂ. എന്റെ യഥാർത്ഥ പൗരത്വം സ്വർഗ്ഗത്തിലാണ്. Oh, only thing is that I've taken the citizenship of this nation, my original ഞാൻ citizenship. ഇവിടെ ഒരു അന്യനും പരദേശി മാത്രം. I am a stranger and a pilgrim here. എന്റെ സ്വന്തം രാജ്യത്തിലേക്ക് ഞാൻ ജനിച്ച ആ സ്വർഗ്ഗരാജ്യത്തിലേക്ക് എത്ര വേഗം ഞാൻ ചെന്ന് ചേരും. I am going to reach Zion, the place where I am born. അതാണ് ഒരു യഥാർത്ഥ ഭക്തന്റെ പ്രത്യാശ. That is the hope of a true servant of God. ആ പൗരത്വത്തിന്റെ ചിന്തയെ പുതുക്കി എപ്പോഴും ജീവിക്കുക. You have to renew the things and live. ഓരോ പ്രത്യാശയുടെ ഗാനങ്ങൾ പാടുമ്പോൾ, ഓരോ പ്രത്യാശയുടെ വചനങ്ങൾ കേൾക്കുമ്പോൾ ഉള്ളിൽ ആ ദൈവരാജ്യത്തിന്റെ പ്രത്യാശ അങ്ങ് പുതുക്കുകയാണ്. And as you hear and as you sing the songs of hope, that hope should be renewed in your life. ഈ യഥാർത്ഥത്തിൽ പ്രത്യാശകൾ നിറഞ്ഞ് ജീവിക്കുന്ന മനുഷ്യനെ കണ്ടാൽ ഒരാരവാട്ടനാണ് എല്ലാവരും പറയുന്നത്. And they will say he is a lunatic, one who has full of hope. എല്ലാവരും ഈ പറയുന്ന തമാശ പറയുന്ന നമ്മുടെ കൂടെ ചിരിക്കുന്നില്ല. And he is not mingling with the people who are joking. എല്ലാവരും കൂടെ യാത്ര പോകുമ്പോൾ പല കഥ പറയുന്നു, ഇദ്ദേഹം ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഇരിക്കുന്നു. And when they are journeying, they are telling stories and fables, but he is not minding. കടയിൽ പോയി ലേറ്റസ്റ്റ് വസ്ത്രമൊക്കെ ധരിച്ചിരിക്കാൻ നടക്കും, ഇദ്ദേഹം ഓരോ സാധാരണ വസ്ത്രമൊക്കെ ധരിച്ചു. And he is only dressed modestly. മുടിയൊക്കെ എങ്ങനെ ചെയ്യണം, അവിടെ കൊണ്ടുപോയി ഇവിടെ കൊണ്ടുപോയി, ഇദ്ദേഹം ഒരു സാധാരണ രീതിയിൽ. And others have different hairstyles, but he is maintaining a simple hairstyle. ഈ മനുഷ്യന്റെ ചിന്തയൊന്നും ഇവിടെ അങ്ങും അല്ല. Because his thoughts are not here. ചിന്തയെല്ലാം സ്വർഗ്ഗരാജ്യത്തെ കുറിച്ച്. His thoughts are in heaven. അവൻ സ്വർഗീയ പൗരനാണ്. He is a citizen of heaven. അവന് അങ്ങനെ ഒരു മാനസിക രോഗിയെ പോലെ ആളുകൾക്ക് തോന്നിയേക്കാം. He might appear lunatic to others. ഒരാളെ പറഞ്ഞു, യേശു നിമിത്തം ഞാനൊരു പൈത്യക്കാരനാണെന്ന് പറഞ്ഞതുപോലെയാണ്. One person said, because of Christ I am crazy. അനേക വർഷങ്ങൾക്ക് മുമ്പ് Several years ago, ഒരു ബ്രിട്ടീഷ് ഓഫീസറെ ആഫ്രിക്കയിൽ ഡ്യൂട്ടിക്ക് വിട്ടു. And a British officer was sent to Africa on a mission. ഈ ആഫ്രിക്കൻ വനാന്തരത്തിൽ നരഭോജികളും ഇത്ര മൃഗങ്ങളും പാമ്പുകളുള്ളതാണ്. ഇദ്ദേഹത്തെ കുറെ നാളുകൊണ്ടേ ഒരു വിവരവും ഇല്ല. And no information regarding him, the person who went to Africa. തന്റെ സ്നേഹിതരെ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയാൻ അന്വേഷിച്ചു പോയി. And his friends, to inquire about that person, they went. വളരെ കഷ്ടപ്പെട്ട് പോയി ആ വനത്തിനുള്ളിൽ ഇദ്ദേഹത്തെ കണ്ടു, ഒരു കുടിൽ ഇദ്ദേഹത്തെ കണ്ടു. And they found him inside the jungle in a hut.
കുടിലിൽ ഇദ്ദേഹത്തെ ഇരിക്കുന്ന കാഴ്ച കൊണ്ട് ഇവർ അന്തം വിട്ടുപോയി. എന്ത് സംഭവിച്ചു? തലയ്ക്ക് പോലും കുഴപ്പം വന്നോ ദൈവമേ? They were amazed. Oh, what happened to him? What happened? എന്താണെന്നറിയാമോ? What happened? ആ കുടിലിനുള്ളിൽ ഒരു മേശയുടെ മുമ്പിൽ ഇദ്ദേഹം ഇരിക്കുകയാണ് ഭക്ഷണം കഴിക്കാൻ. And he was having food before a table in that cottage. താൻ ഇംഗ്ലണ്ടിൽ കൊണ്ടുവന്ന പൊൻപാത്രങ്ങളും വെള്ളിപ്പാത്രങ്ങളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. And he had spread abroad everything, the gold and the silver plates he had brought from England. ഇദ്ദേഹത്തിന്റെ ഏറ്റവും ഡ്യൂട്ടി വസ്ത്രങ്ങൾ, അതിന്റെ സ്ഥാനമാന ബഹുമതികളെല്ലാം ഉള്ള വസ്ത്രമൊക്കെ ഇട്ടാണ് ഇരിക്കുന്നത്. And he had everything, or the military uniform that he ought to wear. ഈ കൊടുമനത്തിനുള്ളിൽ ഈ വേഷം, ഈ ഇരിപ്പ് എന്ത് പറ്റി പോലും? And what happened inside this jungle? He is sitting in this manner. സ്നേഹിതരുടെ ചോദ്യത്തിന് താൻ മറുപടി പറഞ്ഞെന്താണെന്നറിയാമോ? What is the reply that he gave? ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ വീതം ഇങ്ങനെ ചെയ്യും. And once in a week I do like this. എന്തിനാണെന്നറിയാമോ? The reason? ഈ വനത്തിനുള്ളിൽ താമസിക്കുമ്പോൾ ഞാനൊരു ബ്രിട്ടീഷ് പൗരനാണെന്ന് എന്നെ തന്നെ ഓർപ്പിക്കാനാ. To remind I am a citizen of Britain, I do it in this manner. ഒരു ബ്രിട്ടീഷ് പൗരനെന്ന് പറഞ്ഞാൽ ലോകത്തിൽ എവിടെയും വിലയുള്ള ഒരു വിഷയമാണ്. And it is a matter of great price anywhere in this world. എനിക്ക് ചുറ്റുമുള്ളതായ വനവാസികൾ, ആദിവാസികൾ അവരെങ്ങനെ ജീവിച്ചാലും വേണ്ടതില്ല. And the cannibals and the savages, in whatever manner they might live. എനിക്ക് എന്റെ മാതൃരാജ്യത്തിന്റെ സംസ്കാരവും ജീവിതശൈലിയും നഷ്ടപ്പെടുത്താതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കുന്നു. I take care that I will not lose the culture and the identity of my homeland. സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന ഒരുങ്ങുന്ന ദൈവ പൈതൽ അവന് ഗൃഹാതിരപ്പെടും. എപ്പോഴും എന്റെ നാട്, എന്റെ വീട്, എന്റെ ജനം, ആ ഒരു ചിന്തയുണ്ട്. And he has a thought, my land, my home country. He has the homesickness in himself. അവർക്ക് എപ്പോഴും യേശുവിനെ കാണാൻ ഒരു കൊതി ഉണ്ടായി. And he has a desire to see Jesus. ഈ ലോകത്തിൽ അവർക്ക് ആരെല്ലാം ഉണ്ടെങ്കിലും ശരി, അവരുടെ ആ കൊതി യേശുവിനെ എന്ത് കണ്ടാൽ മതി. I just want to see him with mine eye. പാസ്റ്റർ ഡോൺ ഒരിക്കൽ ഒരു സാക്ഷ്യം പറയുകയുണ്ടായി. Pastor Don, he said a testimony. താൻ ആഫ്രിക്കയിൽ പോയപ്പോൾ When he went to Africa, അവിടുത്തുള്ളതായ ആ പോലീസുകാരെ പിടികൂടിയിട്ട് and a policeman apprehended him, സുവിശേഷം അറിയിക്കാൻ ചെന്നതാണെന്നുള്ള നിലയിൽ തന്നോട് പറഞ്ഞു, and he said he went to the gospel. അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. We are going to apprehend you. ഞാൻ പറഞ്ഞു, ഞാൻ ഒത്തിരി നാളായി വിശ്രമിച്ചിട്ട്, വിശ്രമമില്ലാതെ യാത്രയാ. And I saw it is a long time I had had some rest, and I'm journeying without rest. അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ പേടിയില്ലാത്തൊരു മനുഷ്യൻ ഇയാൾ. And he's not afraid. When we said he will arrest him, he's not afraid. പിടിച്ച് ജയിലിൽ കൊണ്ടുവിടുമെന്ന് പറഞ്ഞ മനസ്സിലായോ? He told us, we will imprison you, but he's not bothering. അവിടെ ഇരുന്ന് എനിക്ക് ബൈബിൾ എനിക്ക് വായിക്കാമല്ലോ, ദൈവത്തിന്റെ വചനം എനിക്ക് വായിക്കാമല്ലോ. അത് സ്വസ്ഥമായ സമയമാണ് കിട്ടുന്നത്. And he's saying, oh, what rest that I will have. I can read the word of God. I can have the presence of God. I can read the Bible. ജയിലിലെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൈകൊട്ടിച്ചിരിക്കുന്നു. And he is clapping his hands when we said he will be imprisoned. എന്നെ കൊന്നുകളയുമെന്ന് പറഞ്ഞു. We said we will kill him. Praise the Lord. എന്റെ കർത്താവിനെ കാണുവാൻ എത്ര നാളുകൊണ്ടേ കൊതിയായിരിക്കുക. ഇപ്പൊ മരിച്ചാൽ ഞാൻ പോയി എന്റെ യേശുവിനെ കാണും. Oh, how many times I am joyful to see my Lord. If I die now, I can see him. അവർ പറഞ്ഞു, പുള്ളിക്ക് എന്തോ തക്കതായ കുഴപ്പമുണ്ട്, വെറുതെ വിട്ടാക്കാൻ പറഞ്ഞു. He thought he is erratic in his behavior. We can leave him. ഒരു ഹോം സിക്നസ് ഉള്ള ഒരു മനുഷ്യൻ യേശുവിനെ മുഖം കാണാൻ കൊതിച്ച് ജീവിക്കുന്നവനാണ്. A person with homesickness, he desires to see the face of the Lord. പ്രാണപ്രിയന് ഏത് കഷ്ടവും സഹിപ്പാനായിട്ട് അവർ മനസ്സുള്ളവരായിരിക്കും. And he can suffer any kind of burden. നിത്യത്തിലേക്ക് പോകുമ്പോൾ പ്രിയമുള്ളവരെ, നമുക്ക് എന്താണ് അവിടെ ആശ്വാസമാക്കി മാറ്റുന്നത്? What is the comfort, consolation that we return ഇവിടെ in കർത്താവിന്റെ eternity? കഷ്ടം സഹിക്കാഞ്ഞാൽ നമുക്ക് എന്ത് ആശ്വാസം ലഭിക്കും? And what is the comfort that we can have here? വെളിപ്പാട് 7:16-17 വായിക്കുന്നത്, In Revelation chapter 7 verse 16, ഇനി അവർക്ക് വിശക്കയില്ല, ദാഹിക്കയില്ല. and they will no more thirst, no more hunger. അത് വലിയ ആശ്വാസമായിട്ടാണ്. It is a great comfort. ഇവിടെ വിശപ്പും ദാഹത്തിൽ പോയവനല്ലേ അത് ആശ്വാസമായി തോന്നും. Only those who hunger and thirst here will have comfort there. എനിക്ക് ശകലം ഒരു വിടവ് വന്നാൽ ഉടനെ ഗ്യാസ് ട്രബിളാന്ന് പറയുന്ന ആളുകൾക്ക് അവിടെ ചെന്ന് എന്താ ആശ്വാസം വരാൻ പോകും? And if they say any small gap, they say they have some problem. വിശേഷ നിമിത്തമായ എത്രയോ ദൈവമക്കൾ, എത്രയോ ശുശ്രൂഷകർ ദിവസക്കണക്കിന് പട്ടിണി കിടന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട, so many people, they have suffered hunger because of the ഈ ministry. സത്യത്തിനായി വിശപ്പും ദാഹവും സഹിച്ച വ്യക്തിയാണെങ്കിൽ സ്വർഗ്ഗരായി നമുക്ക് ആശ്വാസമായിട്ട് അനുഭവപ്പെടും. And a kingdom of heaven will be a comfort for you if you have received. ഒരു ചൂടും ഇനി അവരുടെ മേൽ തട്ടുകയില്ല, ഒരു വെയിലും തട്ടുകയില്ല. No heat shall smite them, no sun will smite കഷ്ടതയുടെ them. ശോധനയിൽ പോയിട്ടുണ്ടോ, നിത്യത നിനക്ക് ഒരു ആശ്വാസമായി. If you have gone through the furnace of affliction, eternity will be a comfort for you. കുഞ്ഞാട്
ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. The Lamb himself will wipe every tear from their eye. ഇതാണ് സ്വർഗത്തിന്റെ ചിത്രം. This is the illustration of heaven. നാം കണ്ണുനീരൊഴുക്കിയിട്ടുള്ളവരാണെങ്കിൽ, If we have shed tears, അത് ആ സ്വർഗരാജ്യം നമ്മുടെ കണ്ണുനീര് തുടയ്ക്കപ്പെടുന്ന ഒരു സ്ഥലമായി മാറാൻ പോകുന്നു. heaven is a place where our tears will be wiped. ഇനി പുതിയ യെരൂശലേമിനെ കുറിച്ച് പറയുമ്പോൾ Concerning New Jerusalem, 21-ാം അധ്യായത്തിന്റെ in Revelation chapter 5-ാമത്തെ 21, വാക്യത്തിൽ വായിക്കുന്നത്, in the 5th verse we ഇനി read, മരണമുണ്ടാകിയില്ല. and no more death. സത്യത്തിനു വേണ്ടി പ്രിയപ്പെട്ടവർ മരിച്ചതായ ദുഃഖം അനുഭവിച്ചിട്ടുള്ള ദൈവമക്കളെ, And those who have suffered because of the truth, മരണമില്ലാതെ യെരൂശലേം നമുക്ക് ആശ്വാസമായിരിക്കും. without sorrow God will be a comfort. സുവിശേഷത്തിനായി ജീവൻ വെടിഞ്ഞവർക്ക് മരണമില്ലാത്ത ദേശം എന്തൊരു സന്തോഷം പ്രദാനം ചെയ്യും. A land where there is no death, those who have shed their given their life for the gospel, what a comfort. ദുഃഖമില്ല, മുറവിളിയില്ല, കഷ്ടതയില്ല, ഇതൊന്നുമില്ല. പഴയതെല്ലാം കഴിഞ്ഞുപോയി. No sorrow, no crying, no pain. Former things have passed away. പുതിയ യെരൂശലേം ആശ്വാസമായി തീരുന്നു. അങ്ങനെയാണ്. New Jerusalem is a comfort. യെശയ്യാ 35:10 സിയോനെ കുറിച്ച് ഇങ്ങനെ വായിക്കുന്നു. Isaiah 31:5 concerning അവ Zion. സിയോനിലേക്ക് മടങ്ങി വരുമ്പോൾ And when God returns to അവിടെ Zion, തനമേൽ നിത്യാനന്ദം ഉണ്ടായിരിക്കും. an everlasting joy shall be upon ദുഃഖവും their heads. നെടുവീർപ്പും ഓടിപ്പോകും. Sorrow and sighing shall flee away. നിന്റെ ഓരോ നെടുവീർപ്പും സന്തോഷം ആനന്ദമായി മാറുന്ന സിയോനിലേക്ക് പോകാൻ പോകുകയാണ്. And you will go to Zion, everything will be turned to joy. ആകയാൽ സിയോനെ കുറിച്ചുള്ളതായ ചിന്തയിൽ ജീവിക്കുന്നവരായി നമുക്ക് മാറാം. That's why let us be converted to the people who have the thought of Zion. പ്രതിസുത വധുവിനെ പോലെ, കല്യാണം നിശ്ചയം കഴിഞ്ഞ ഒരു പെൺകുട്ടിയെ പോലെ, And concerning a bride that has already been proposed for marriage. വീട്ടിൽ എന്തെല്ലാം കാര്യം നടന്നാൽ അവർ വേറെ ലോകത്തിലായിരിക്കും. And whatever happens in the house, she will be in another world. ആ ഭാവി ഭർത്താവ് എങ്ങനെയായിരിക്കും? Or can the future husband? വീട് എങ്ങനെയിരിക്കും? What will be the house? അവരുമായി ആ ജീവിതം ഒന്നിച്ചുള്ള ജീവിതം എങ്ങനെയായിരിക്കും? And what will be the life? സത്യത്തിൽ ഓരോ നാളും എണ്ണി ജീവിക്കുകയാണ്. And she will think about all the days. ഓരോ നിമിഷങ്ങൾ വർഷങ്ങളെ പോലെ തോന്നുകയാണ്. And all the moments will be as years. പാട്ടുകാരൻ എഴുതിയിരിക്കുന്നത് നാളുകൾ ഞാൻ എണ്ണി ജീവിച്ചു. All the days I count and pass away. ഒരു പ്രതിസുത വധുവിനെ പോലെ അതേ പരിശുദ്ധാത്മവിഷ്യം പ്രാപിച്ചവരെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുകയാണ്. And a bride whose marriage has been proposed. നമ്മുടെ വിവാഹ സുദിനം അടുത്തു. The day of our wedding has come. മണവാളൻ വരാറായി. The bridegroom is going to come. സ്വർഗീയ വിവാഹം നിറവേറാറായി. The heavenly wedding is going to happen. ആ ലക്ഷണങ്ങൾ ഓരോ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. The signs we are seeing. അതിലെ സംഭവങ്ങൾ നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. We are hearing about it. നമ്മുടെ ഹൃദയം പിടച്ചു വികസിക്കട്ടെ. Oh, the heart is panting for it. എന്റെ മണവാളനുമായി ചേരുന്ന ദിവസമേറ്റം അടുത്തു. The day when I will be joined with my bridegroom. അതിന്റെ ലക്ഷണങ്ങളാണ് ഞാൻ കേട്ടിരിക്കുന്നത്. I see the signs of the same. ഞാൻ അത്ര വേഗം മണവാളനെ കാണും. Very soon I will see my bridegroom. റൂമേനിയയിൽ റഷ്യ കമ്മ്യൂണിസ്റ്റ് ഭരണം നടക്കുന്ന കാലത്ത്, During the time of the communist reign in Romania, വിശ്വാസം ഒരു പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്ത് ജയിലടയ്ക്കുവാൻ ഓർഡറായി. one girl, it was ordered that she should be apprehended and imprisoned. പെൺകുട്ടിക്ക് വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുകയായി. But she was to be married. വിവാഹ ദിവസത്തിൽ വേണം ഇവിടെ അറസ്റ്റ് ചെയ്യാൻ. അത്രമാത്രം കൂടെ മാനസികമായി ക്ലേശിപ്പിക്കും. Only some moments left for her marriage, so that she could be persecuted mentally. They tried to apprehend her. വിവാഹ സുദിനം വന്നു. And the day of marriage came. ആ വിവാഹം കഴിച്ച ആ മണവാളനും വന്നു. And the bridegroom also came. വിവാഹം നടക്കുന്നതിന് തൊട്ട് മുമ്പ്, just before the marriage, പോലീസുകാർ ചാടി വീണു. and the police came. രണ്ട് കൈകളിലും അവര് വിലങ്ങ് വെച്ചു. She was handcuffed. നടക്കാൻ പറഞ്ഞു. And she was said to walk. അവളുടെ മുഖത്തിൽ ഒരു ഭാവഭേദം ഉണ്ടായില്ല. And no emotional change in her face. യേശുവിന് വേണ്ടി ആ ജയിലിലേക്ക് പോകുന്നതിൽ സന്തോഷവതിയായി. She was happy so that she could be imprisoned for Jesus. കഴിക്കാൻ പോകുന്ന ഈ മണവാളനേക്കാൾ സ്വർഗീയ മണവാളന്റെ സ്നേഹം അവളുടെ ഉള്ളിൽ നിറഞ്ഞതുകൊണ്ടാണ്. And because the love of the heavenly bridegroom was filled more than the earthly bridegroom. ഇടത്തും വലത്തും പോലീസുകാർ നിൽക്കെ അവൾ നടന്നു പോകുമ്പോൾ അവർ എന്ത് ചെയ്തെന്നറിയാമോ? She was escorted by the police. What should she do? ആ വിലങ്ങുകൾ തമ്മിൽ മുട്ടിച്ച് ശബ്ദം കേൾപ്പിച്ചുകൊണ്ട് പറഞ്ഞു. And with her cuffed hands she clapped, resounded. എന്റെ സ്വർഗീയ മണവാളന്റെ മാണവായി വിവാഹത്തിന്റെ മണിനാഥം. I hear the ringing of the bells of the heavenly bridegroom. Shall we close our eyes? Dear beloved ones, you decide to go to heaven, and you sing that you go to Jerusalem. You praise that you will go to Jerusalem. And you should not lose your character. And only through the character of Zion you can reach that place. And as you are in this earth, shall
shall we be as ഇരിക്കുമ്പോഴേ Zion? യെരൂശലേമായി മാറാം. Shall we be transformed as ധ്യാനിക്കുമ്പോഴേ Jerusalem? നമുക്ക് അത് സിയോനായി മാറാം. And as we are here, shall we be transformed as Zion? ഹൃദയം പ്രത്യാശയാൽ Let നിറയപ്പെടട്ടെ. us our hearts be filled with hope. സമാധാനത്താൽ നിറയപ്പെടട്ടെ. Let our hearts be filled with peace. ജീവനാൽ നിറയപ്പെടട്ടെ. Filled with the life of God. ദൈവസ്നേഹത്താൽ നിറയപ്പെടട്ടെ. Filled with the peace of താങ്കളുടെ God. സഹിപ്പാനുള്ള ഒരു സന്നദ്ധത നമുക്കുണ്ടാവട്ടെ. And let God is giving opportunity to suffer for Him. നമ്മുടെ പൗരത്വം നമുക്ക് ദിനം പ്രതി പുതുക്കിക്കൊണ്ട് Shall we ജീവിക്കാം. renew the citizenship that we have? നമ്മുടെ ദിവ്യ സ്വഭാവമുള്ളവരായി നമുക്ക് Let മാറാം. us we have the divine nature. സ്വർഗത്തിലും ആദിയാന്മാരുടെ സംഘത്തിൽ നമുക്ക് Let പേരെഴുതപ്പെട്ടവരായി our names be ജീവിക്കാം. written in heaven and in the church of the firstborn. ഭൂമിയിൽ എല്ലാറ്റിനേക്കാൾ മുഖ്യ സന്തോഷം ആരാധനയും ദൈവികാര്യങ്ങളുമായിരിക്കട്ടെ. And our chief joy shall be in worship and in divine things. നമുക്ക് ക്ഷമിക്കുന്നവരായി ജീവിക്കാം. Let us forgive others. വിശുദ്ധ ജീവിതം നയിക്കാം. Let us live a holy life. നമുക്ക് താഴ്മയുള്ളവരായിരിക്കാം. Let us be humble. സകലത്തിലും ദൈവേഷ്ടം നിറഞ്ഞ് നമുക്ക് Let ആനന്ദിക്കുന്നവരായി us മാറാം. rejoice in doing the will of God. മരണമെന്നാലും ദൈവേഷ്ടം നിറവരെയും നമുക്ക് Even ആശ്വസിക്കുന്നവരായി if death comes, I will do the will of God. I am comforted in it. സാന്നിധ്യമുള്ളവരായി ദൈവസ്ഥാനത്തിൽ കൊണ്ടു നടക്കുന്നവരായി Let us have the presence of God and take the presence of God with us. മറ്റുള്ളവർക്ക് വേണ്ടി കരുതുന്നവരായിരിക്കാം. Let us care for others. സഹായവും നന്മയുമായി ആദ്യോടെ എത്തുന്നത് നമ്മൾ ഓരോരുത്തരുമായിരിക്കട്ടെ. And let us all help others in need. നമ്മുടെ നിക്ഷേപമെല്ലാം സ്വർഗത്തിലേക്ക് All our treasure, let us be in heaven. ഏത് നേരത്തും നമ്മുടെ പൗരത്വത്തെ ഓർത്തുകൊണ്ട് And concerning- എന്റെ നാട്ടിൽ ചെന്ന് ചേരും എന്നെ വീട്ടിൽ ചെന്ന് ചേരും ചിന്തയോട് നമുക്ക് And let us have the thought that I will reach my homeland. നമ്മുടെ മണവാളൻ വരാം. Our bridegroom, he will come. സ്വർഗത്തിലേക്ക് മാറ്റപ്പെടാറാ. And we will be caught up into heaven. യെരൂശലേമിലേക്ക് ചെന്ന് ചേരാ. We will need to New നാം Jerusalem. സിയോനിലേക്ക് ചെന്ന് ചേരാറാ. We will need Zion. അവിടേക്ക് പോകുമെന്ന ചിന്തയേക്കാൾ ഉപരി Above the thought that we will reach അങ്ങനെ there. ആയിത്തീരാനുള്ള സ്വഭാവ ഗുണങ്ങളായി ജീവിപ്പാനായി നീ നമ്മളെ Let us സഹായിക്കണം. have the character that will be transformed as അങ്ങനെ that. ആയിത്തീരാനുള്ള സ്വഭാവ ഗുണങ്ങളായി ജീവിപ്പാനായി നീ നമ്മളെ Let us സഹായിക്കണം. have the character that will be transformed as അങ്ങനെ that. ആയിത്തീരാനുള്ള സ്വഭാവ ഗുണങ്ങളായി ജീവിപ്പാനായി നീ നമ്മളെ Let us have സഹായിക്കണം. the character that will be transformed as അങ്ങനെ that. ആയിത്തീരാനുള്ള സ്വഭാവ ഗുണങ്ങളായി